ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം. സത്യം പരം ധീമഹി ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ വരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ വാസദാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഒരു 3 ദിവസത്തെ ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് വരികയാണ്. എങ്കിലും നാളെ വീണ്ടും മുടങ്ങും. സാരമില്ല, എല്ലാവർക്കും അറിയാലോ, നമ്മുടെ പോസ്റ്റുകൾ കണ്ടിട്ടുണ്ടാവും. നാളെ തൃശ്ശൂര് തിരുവമ്പാടി ക്ഷേത്രത്തിന്റെ കീഴിലുള്ള നന്ദനം എന്നുള്ള കൺവെൻഷൻ സെന്ററിൽ വെച്ച് കേരളത്തിലെ മുഴുവൻ സന്യാസിമാരുടെയും ഒരു വലിയ സമ്മേളനം ആണ്. രാവിലെ 9 മണി മുതൽ 7:30 ആകുമ്പോഴേക്കും അവിടെ എത്തണം. അപ്പോൾ നാളെ മുഴുവൻ അവിടെയാണ്. വൈകുന്നേരം വടക്കുന്നാഥനെ ഒരു പ്രദക്ഷിണം നാമജപത്തോടുകൂടെ, അത് എല്ലാ ഭക്തജനങ്ങൾക്കും പങ്കെടുക്കാം. ആർക്കൊക്കെ നാളെ വൈകുന്നേരം 4 മണിയോടുകൂടി തൃശ്ശൂർ എത്താൻ പറ്റുമോ എല്ലാവരും എത്തിച്ചേരുക. ആ നാമജപ ഘോഷയാത്രയിലും തുടർന്നുള്ള പൊതുസമ്മേളനത്തിലും 5 മണിയോടുകൂടി വടക്കുന്നാഥന്റെ തെക്കേ നടയിൽ ഒരു വലിയ സമ്മേളനമായിട്ട് പരമാവധി ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ഹിന്ദുക്കളുടെ ഒരു സമ്മേളനം. അത് ഈ പകൽ നടന്ന സന്യാസി സമ്മേളനത്തിന്റെ ഏറ്റവും ഒരു ചുരുക്കിയ കാര്യങ്ങൾ ജനങ്ങൾക്ക് പങ്കുവയ്ക്കാനായിക്കൊണ്ട്, എല്ലാവരുടെയും ജാഗ്രതയ്ക്കായിക്കൊണ്ട് അവതരിപ്പിക്കാൻ വേണ്ടി പരമാവധി ആളുകൾ നാളെ വൈകിട്ട് വടക്കുന്നാഥന്റെ അവിടെ എത്തിച്ചേരുക. അതിനു മുമ്പ് നാമജപ ഘോഷയാത്രയിൽ വരാൻ പറ്റുന്നവരൊക്കെ വരിക. അപ്പോൾ പാലക്കാട്ട് നിന്നുള്ളവർക്കും വൈകുന്നേരം അവിടെ എത്തിച്ചേരാം. തൃശ്ശൂരും എറണാകുളവും മലപ്പുറം ജില്ലയിലുള്ളവർക്കും എല്ലാം വന്നു ചേരാം. അധികം ദൂരെ നിന്നുള്ളവരെ വിളിക്കുന്നില്ല. എറണാകുളം വരെയുള്ളവരും പാലക്കാടുള്ളവരും മലപ്പുറം ഉള്ളവർക്കൊക്കെ വരാം. അന്ന് തന്നെ മടങ്ങാവുന്നതാണല്ലോ. വാഹനങ്ങളുള്ളവർക്ക് അന്ന് തന്നെ മടങ്ങാം. വാഹനങ്ങളില്ലാത്തവർ അതാത് സൗകര്യങ്ങൾ നോക്കാം. എന്തായാലും 7 മണിയോടുകൂടി പരിപാടിയെല്ലാം തീരും. അപ്പോൾ 7 മണിക്ക് ശേഷം എല്ലാവർക്കും പിരിഞ്ഞു പോകാവുന്നതാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പം നാളത്തെ ദിവസം മുഴുവൻ അവിടെയാണ്, വടക്കുന്നാഥന്റെ സന്നിധിയിൽ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഒരു ദിവസത്തെ ഒന്ന് നോക്കാം. അത് കഴിഞ്ഞ് വീണ്ടും തിങ്കളാഴ്ച തുടരാം. അപ്പോൾ നമ്മൾ പാലാഴി മദനം കഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അഷ്ടമസ്കന്ധത്തിലെ 8-ാം അധ്യായം പാലാഴി മദനം തുടരുന്നു. വിവിധ വിഭൂതികൾ അല്ലെങ്കിൽ രത്നങ്ങൾ, കാമധേനു, ഉച്ചൈസ്രവസ്, ഐരാവതം, അപ്സരസുകൾ, കൽപ്പവൃക്ഷം, അങ്ങനെയുള്ള ദിവ്യ വസ്തുക്കൾ, ഐശ്വര്യങ്ങൾ നഷ്ടപ്പെട്ടിരുന്നതെല്ലാം തിരിച്ചു കിട്ടുന്നത് കണ്ടു. കൗസ്തുഭം എന്നുള്ള രത്നവും തിരിച്ചു വന്നപ്പോൾ അത് മാത്രം ഭഗവാൻ സ്വന്തമാക്കി, ബാക്കിയുള്ളതൊക്കെ ഓരോരുത്തരെടുത്തു. തുടർന്ന് മഹാലക്ഷ്മി പൊങ്ങി വന്നതും ആ മഹാലക്ഷ്മിയെ കണ്ട് എല്ലാവരും കൊതിക്കുന്നതായിട്ടുള്ള രംഗവും, ആ മഹാലക്ഷ്മിയെ വിവിധ അഭിഷേകങ്ങളും വസ്ത്രാദി ആഭരണങ്ങളും എല്ലാം കൊടുത്ത് സൽക്കരിക്കുന്നതും, ആ ദേവി വരണമാല്യവുമായി തന്റെ വരനെ നിശ്ചയിക്കാനായിക്കൊണ്ട് സ്വയംവരത്തിലായിക്കൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന രംഗമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഭാഗം. നമുക്ക് നോക്കാം, വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ.
अथ श्रीमद्भागवते अष्टमस्कन्धे अष्टमोऽध्यायः। श्रीशुक उवाच पीते गरे वृषाङ्गेण प्रीतास्ते अमरदानवाः ममन्दुस्तरसा सिन्धुम् हविर्धानी ततोऽभवत् तामग्निहोत्रीम् ऋषयो जगृहुर्ब्रह्मवादिनः यज्ञस्य देवयानस्य मेध्याय हविषे नृप। तद उच्चैस्रवा नाम हयो भूच्चन्द्रपाण्डुरः तस्मिन् बलिः स्पृहाम् चक्रे नेन्द्र ईश्वर शिक्षया। तत ऐरावतो नाम वारणेन्द्रो विनिर्गतः दन्धैश्चतुर्विश्वेदाद्रेः हरन् भगवतो महिम् कौस्तुभाख्यमबूद्रत्नम् पद्मरागो महोदधेः तस्मिन् हरिस्पृहाम् चक्रे वक्षोऽलङ्करणे मणौ। ततो भवत्पारिजातः सुरलोकविभूषणम् पूरयत्यर्थिनो योऽर्थैः शश्वद्भुवि यदा भवान् ततश्चाप्सरसो जाता निष्ककण्ड्यः सुवाससः रमण्यस्वर्गिणाम् वल्गुगतिलीलावलोकनैः। ततश्चाविरभूत् साक्षात् श्रीरमा भगवल्परा रञ्जयन्ती दिशः कान्द्या विद्युत्सौदामिनी यदा। श्रीमहालक्ष्मी नमः। तस्याम् चक्रुस्पृहाम् सर्वे ससुरासुरमानवाः रूप औदार्यवयो वर्णमहिमा क्षिप्तचेतसः तस्या आसनमानिन्ये महेन्द्रो महदल्बुदम् मूर्तिमत्यः सरिल्श्रेष्ठाः हेमकुम्भैर्जलम् शुचिः अभिषेचनिका भूमिः आहरत् सकलौषधीः गावः पञ्चपवित्राणि वसन्तो मधुमाधवौ। ऋषयः कल्पयाञ्चक्रुः अभिषेकम् यदा विधि जगुर्भद्राणि गन्धर्वाः नट्यश्च ननृतुर्जगुः मेघामृदङ्गपणवमुरजानकगोमुखान् व्यनादयन् शङ्खवेणुवीणास्तुमुलनिस्वनान्। ततो अभिशिशिचुर्देवीम् श्रियम् पद्मकराम् सतीम् दिगिबा पूर्णकलशैः सुप्तवाक्यैर्द्विचेरितैः समुद्रः पीतकौशेयवाससी समुपाहरद वरुणस्रजम् वैजयन्तीम् मधुनामत्तषट्पदाम्। भूषणानि विचित्राणि विश्वकर्मा प्रजापतिः हारम् सरस्वती पद्मम् अजो नागाश्च कुण्डले। ततकृतस्वस्त्ययनोल्पलस्रजम् नदद्दिरेभाम् परिगृह्य पाणिना चचालवक्त्रम् सुकपोलकुण्डलम् सव्रीडहासम् ददति सुशोभनम्। स्तनद्वयम् चादिकृशोदरी समम् निरन्तरम् चन्दनकुङ्कुमोक्षितम्। ततस्ततो नूपुरवल्कुशिञ्चितैः विसर्पती हेमलते वसा बभौ। विलोकयन्ती निरवद्यमात्मनः पदम् ध्रुवम् चाव्यभिचारि सद्गुणम् गन्धर्वयक्षासुरसिद्धचारणत्रैविष्टपेयादिषु नन्वविन्दत। नूनम् तपो यस्य न मन्युनिर्जयो ज्ञानम् क्वचित्तच्च न सङ्गवर्जितम्। कश्चिन्महान् तस्य न कामिनिर्जयः कामनिर्जयः स ईश्वर किम् परतो व्यपाश्रयः। धर्मः क्वचित्तत्र न भूतसौहृदम् त्यागः क्वचित्तत्र न मुक्तिकारणम्। वीर्यम् न पुंसोऽस्ति अजवेगनिष्कृतम् न हि द्वितीयो गुणसङ्गवर्जितः। क्वचिच्चिरायुर्न हि शीलमङ्गलम् क्वचित्तदप्यस्ति न वेद्यमायुषः। तत्रो यत्रो भयम् कुत्र च सोऽप्यमङ्गलः सुमङ्गलः कश्चन काङ्क्षते हि माम्। एवम् विमृश्याव्यभिचारि सद्गुणैर्वरम् निजैगाश्रयदा गुणाश्रयम् वव्रेवरम् सर्वगुणैरपेक्षितम् रमामुकुन्दम् निरपेक्षमीप्सितम्। सर्वत्र गोविन्द नाम सङ्कीर्तनम् गोविन्द गोविन्द। तस्याम् स्वदेश उशतीम् नवकञ्जमालाम् माद्यन्मधुव्रतवरूदगिरोपगुष्टाम्
തസ്തൗ നിധായ നികടേ തദുരസ്വധാമ സവ്രീഡഹാസവികസന്നയനേന യാതാ തസ്യാശ്രിയസ്ത്രിജഗതോ ജനകോ ജനന്യാ വക്ഷോ നിവാസമകരോത് പരമം വിഭൂതേഃ ശ്രീസ്വാഃ പ്രജാഃ സകരുണേന നിരീക്ഷണേന യത്ര സ്ഥിതൈദയദസാധിപതീൻ ത്രിലോകാൻ ശങ്കതൂര്യമൃദംഗാനാം വാദിത്രാണാം പൃഥുസ്വനഃ ദേവാനുഗാനാം ശസ്ത്രീണാം നൃത്യതാം ഗായതാം അഭൂത ബ്രഹ്മരുദ്രാംഗിരോ മുഖ്യാഃ സർവേ വിശ്വസൃജോ വിഭും ഈഡിരെ അവിതതൈർമന്ത്രൈഃ തല്ലിംഗൈഃ പുഷ്പവർഷിണഃ ശ്രിയാ വിലോകിതാ ദേവാഃ സ പ്രജാപതയഃ പ്രജാഃ ശീലാദിഗുണസമ്പന്നാ ലേഭിരേ നിർവൃതിം പരാം നിസ്സത്വാലോലുപാരാജൻ നിരുദ്യോഗാഗതത്രപാഃ യഥാ ചോപേക്ഷിതാ ലക്ഷ്മ്യാ ബഭൂവുർദൈത്യദാനവാഃ അദാസീദ്വാരുണീ ദേവി കന്യാ കമലലോചന അസുരാജഗൃഹുസ്താം വൈ ഹരേരനുമതേന തേ അദോദതേർമധ്യമാനാത് കശ്യപൈരമൃതാർത്തിഭിഃ ഉതതിഷ്ഠൻ മഹാരാജ പുരുഷഃ പരമാദ്ഭുതഃ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ധന്വന്തരയേ നമഃ. ദീർഘപീവരദോർദണ്ഡഃ കമ്പുഗ്രീവോരുണേക്ഷണഃ ശ്യാമളസ്തരുണസ്രഗ്വീ സർവാഭരണഭൂഷിതഃ പീതവാസാമഹോരസ്കഃ സുമൃഷ്ടമണികുണ്ഡലഃ സ്നിഗ്ധകുഞ്ചിതകേശാന്തഃ സുഭഗഃ സിംഹവിക്രമഃ അമൃതാപൂർണകലശം ബിഭ്രത് വലയഭൂഷിതഃ സ വൈ ഭഗവതഃ സാക്ഷാത് വിഷ്ണോരംശാംശ സംഭവഃ ധന്വന്തരിതിഖ്യാതഃ ആയുർവേദദൃക് ഇജ്ജവാക് തമാലോക്യാസുരാः സർവേ കലശം ചാമൃതാമൃതം ലിപ്സന്തഃ സർവവസ്തൂനി കലശം തരസാഹരन् നീയമാനെ അസുരൈസ്തസ്മിൻ കലശേ അമൃതഭാജനെ വിഷണ്ണമനസോ ദേവാ ഹരിം ശരണമായയുഃ ഇതി തദ്ദൈന്യമാലോക്യ ഭഗവാൻ വൃത്യകാമകൃതം മാഖിദ്യതമിതോർത്ഥം വഹ സാധയിഷ്യേ സ്വമായയാ മിതക്കലിരഭൂത്തേഷാം തദർത്ഥേ തർഷചേതസാം അഹം പൂർവം നത്വം നത്വമിതി പ്രഭോ ദേവാസ്വം ഭാഗമർഹന്തി യേ തുല്യായാ സഹേതവഃ സത്രയാഗൈവൈ തസ്മിൻ ഏഷ ധർമ്മഃ സനാതനഃ ഇതി സ്വാൻ പ്രത്യഷേധൻ വൈ ദൈതേയാ ജാതമത്സരാः ദുർബലാः പ്രബലാൻ രാജൻ ഗൃഹീതകലശാൻ മുഹുഃ യേതസ്മിന്നന്തരേ വിഷ്ണുഃ സർവോ മായമിതീശ്വരഃ യോഷിദ്രൂപമനിർദ്ദേശ്യം ദദാര പരമാദ്ഭുതം പ്രേക്ഷണീയോത്പലശ്യാമം സർവാവയവസുന്ദരം സമാനകർണാഭരണം സുഖപോലോന്നസാനനം നവയൗവന നിർവൃത്തസ്തനഭാരകൃശോദരം മുഖാമോദാനുരക്താളിജങ്കാരോദ്വിഗ്നലോചനം ബിഭ്രത്സ്വകേശഭാരേണ മാലാമുത്ഫുല്ലമല്ലികാം സുഗ്രീവകണ്ഠാഭരണം സുഭുജാംഗതഭൂഷിതം വിരജാംബരസംവീതനിതംബദ്ദീപശോഭയാ കാഞ്ചാ പ്രവിലസദ്വൽഗൂചലച്ചരണനൂപുരം സവ്രീഡസ്മിതവിക്ഷിപ്തഭ്രൂവിലാസാവലോകനൈഃ ദൈത്യയൂതപചേതസ്സു കാമമുദ്ദീപയന്മുഹുഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ ഭഗവന്മായോപലംബനം നാമ അഷ്ടമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. എല്ലാവർക്കും
സുപ്രഭാതം, സുസ്വാഗതം. ഭാഗവതജ്ഞാനഗംഗ അഷ്ടമസ്കന്ധത്തിലെ 8-ാം അധ്യായത്തിലാണ്. പാലാഴി മദനം കഥയാണ്. ചാക്ഷുഷ മന്വന്തരം. ഈ മന്വന്തരത്തിന്റെ കഥ ആണ് പ്രധാനമായിട്ട് പാലാഴി മദനം. 5-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെയുള്ള 5 അധ്യായങ്ങളിലാണ് പാലാഴി മദനം വർണ്ണിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ 5, 6, 7, 3 അധ്യായങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ 8-ാം അധ്യായത്തിൽ ഏകദേശം 1/3 കഴിഞ്ഞു. അപ്പോൾ ഭഗവാൻ ദേവന്മാരുടെ നഷ്ടപ്പെട്ട യൗവനവും ആയുസ്സും ഐശ്വര്യങ്ങളും എല്ലാം തിരിച്ചു കിട്ടാനായിക്കൊണ്ട് പാലാഴി മദനം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടതും ദേവാസുരന്മാർ സന്ധി ചെയ്തതും മന്ദരപർവ്വതത്തെ ഭഗവാൻ തന്നെ കൊണ്ടുകൊടുത്തതും അതിനുശേഷം ഭഗവാന്റെ നേതൃത്വത്തിൽ തന്നെ മദനം നടക്കുന്നതും എല്ലാം കണ്ടു. അങ്ങനെ ഭഗവാൻ തന്നെ സ്വയം വിശ്വരൂപനായി മറ്റൊരു പർവ്വതം പോലെ നിന്ന് പാലാഴി മദനം ചെയ്തപ്പോൾ ഹാലാഹലം എന്ന വിഷം പൊങ്ങി വന്നതും ആ വിഷം ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാനായി കൊണ്ടുവന്നതായിട്ടുള്ള സമയത്ത് ദേവന്മാർ ചെന്ന് മഹാദേവനെ പുരുഷസൂക്ത സമാനമായ സ്തുതി കൊണ്ട് സ്തുതിച്ച് സന്തോഷിപ്പിച്ച് മഹാദേവൻ ആ ഹാലാഹലത്തെ വളരെ സന്തോഷപൂർവം പാനം ചെയ്ത് ലോകങ്ങളെ രക്ഷിച്ച കഥയാണ് 7-ാം അധ്യായത്തിൽ അവസാനം നമ്മൾ കണ്ടത്. 8-ാം അധ്യായത്തിൽ ആ പാലാഴി മദനം തുടരുമ്പോൾ ഉണ്ടായി വന്നതായിട്ടുള്ള കാമധേനു, ആ കാമധേനുവിനെ അഗ്നിഹോത്രികളായ ഋഷിമാർ ബ്രാഹ്മണർ സ്വീകരിച്ചു. ഉച്ചൈസ്രവസ് എന്ന അത്ഭുത ഭയത്തെ കുതിരയെ മഹാബലി ആഗ്രഹിച്ചു. ദേവന്മാരത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അനുവദിച്ചു കൊടുത്തു. പിന്നീട് വാരണേന്ദ്രനായ ഐരാവതം പൊങ്ങി വന്നു. ആ ഐരാവതം ദേവന്മാരെ ചേർന്നു. കൗസ്തുഭം എന്നുള്ള പത്മരാഗരത്നം പൊങ്ങി വന്നപ്പോൾ ഭഗവാൻ അത് തന്റെ കണ്ഠത്തെ അലങ്കാരമാക്കി മാറ്റി. അതിന്റെ തത്വം നമ്മൾ കണ്ടു. ഓരോ ജീവന്മാരുടെയും പ്രതീകമാണ് ഈ കൗസ്തുഭം എന്ന രത്നം. നമ്മളോടുള്ള ഭഗവാന്റെ ഐക്യത്തെ, പ്രേമത്തെ, വാത്സല്യത്തെ എല്ലാം സൂചിപ്പിക്കുന്നതാണ് ഭഗവാന്റെ കണ്ഠത്തിലിരിക്കുന്ന ആ കൗസ്തുഭം എന്നുള്ളതായിട്ടുള്ള രത്നം. അത് കഴിഞ്ഞ് പാരിജാതം വന്നു. അത് ദേവലോകത്തിലേക്ക് ഭൂഷണമായി. പിന്നീട് അപ്സരസുകൾ വന്നു. അവരും സ്വർഗത്തിലെ സന്തോഷം ജനിപ്പിക്കുന്നവരായി തീർന്നു. പിന്നീടാണ് സാക്ഷാൽ ശ്രീരമ ഭഗവൽപര ആ ദേവി ദിക്കുകളെല്ലാം ശോഭിപ്പിച്ചുകൊണ്ട് ഇടിമിന്നൽ പോലെ ജ്വലിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. അവളുടെ നേരെ സർവേ സസുരാസുരമാനവാഹ സ്പൃഹാം ചക്രുഹു. എല്ലാവരും അവളുടെ നേരെ സ്പൃഹയെ വെച്ചു. കാരണം മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ നന്മകളുടെയും മൂർത്തീഭാവമാണ്, ഐശ്വര്യം തന്നെയാണ്. എല്ലാവരെയും കീഴ്പ്പെടുത്താൻ പറ്റുന്ന സൗന്ദര്യം, അതുപോലെയുള്ളതായിട്ടുള്ള എല്ലാ നന്മകളും എല്ലാ ഗുണങ്ങളും നിറഞ്ഞിരിക്കുന്ന ആ മൂർത്തിയാണ് ലക്ഷ്മി ദേവി. അപ്പൊ എല്ലാവരും കൊതിച്ചു, കാരണം എല്ലാവർക്കും അത് വേണം. അങ്ങനെ ആ ദേവിക്ക് മഹേന്ദ്രൻ ആസനം കൊണ്ടു കൊടുത്തു. അത് കഴിഞ്ഞ് തീർത്ഥ നദികൾ ദേവതകളായി കലശങ്ങളിൽ, സ്വർണ്ണ കലശങ്ങളിൽ തീർത്ഥങ്ങൾ കൊണ്ടുവന്ന് ദേവിക്ക് അഭിഷേകം ചെയ്തു. ആ ദേവിക്ക് ഭൂമി സകല ഔഷധികളെയും കൊണ്ടുവന്ന് കൊടുത്തു. ഔഷധത്തിന് അഭിഷേകത്തിന് ആവശ്യമായിട്ടുള്ള ഔഷധങ്ങളെ കൊണ്ട് കൊടുത്തു. അതുപോലെ വസന്തം, മധുമാധവങ്ങളെ നൽകി. അതുപോലെ ഋഷികൾ അഭിഷേകം ചെയ്തു. ഗന്ധർവന്മാരും നടന്മാരും നടികളും അപ്സരസുകളുമെല്ലാം ഗാനം ചെയ്യുകയും നൃത്തം ചെയ്യുകയും ചെയ്തു. വാദ്യഘോഷങ്ങളെല്ലാം വേണ്ടതുപോലെ മുഴക്കപ്പെട്ടു. അങ്ങനെ ദേവിയെ ദിഗ്ഗജങ്ങൾ വന്ന് 4 ദിഗ്ഗജങ്ങൾ വന്ന് ദേവിയെ കലശങ്ങളിൽ, പൂർണ്ണ കലശങ്ങളിൽ കൊണ്ടുവന്ന്
അഭിഷേകം ചെയ്തു. ആകാശഗംഗയെ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്തു. ബ്രാഹ്മണരെല്ലാം സൂക്തവാക്യങ്ങളെ കൊണ്ട് ആ അഭിഷേകത്തെ ഗംഭീരമാക്കി. അത് കഴിഞ്ഞ് സമുദ്രദേവത ദേവിക്ക് മഞ്ഞപ്പട്ട് കൊണ്ടുവന്ന് കൊടുത്തു. വരുണൻ ഒരു വൈജയന്തി മാലയെ കൊടുത്തു. അതുപോലെ വിശ്വകർമ്മ എന്ന പ്രജാപതി ദേവശില്പിയായിട്ടുള്ള വിശ്വകർമാവ് എല്ലാ വിചിത്രങ്ങളായ ഭൂഷണങ്ങളെയും അലങ്കാരങ്ങളെയും ദേവിക്ക് കൊടുത്തു. സരസ്വതീ ദേവി ഒരു ഹാരത്തെ കൊടുത്തു. ബ്രഹ്മദേവൻ ഒരു പത്മം കൊടുത്തു. നാഗദേവതകൾ രണ്ട് കുണ്ടലങ്ങളെ ദേവിക്ക് കൊടുത്തു. അങ്ങനെ ദേവി എല്ലാ ഐശ്വര്യങ്ങളും ആഭരണങ്ങളും വസ്ത്രാദികളും കൊണ്ട് ഭൂഷിതയായി. ഇനി ഇതാ ആ ദേവി സ്വയംവരത്തിനായിക്കൊണ്ട് തനിക്ക് പറ്റിയ ആള് ആരാണെന്ന് അന്വേഷിച്ച് വരണമാല്യത്തെയും കയ്യിൽ പിടിച്ചുകൊണ്ട് എല്ലാവരെയും ചുറ്റി നടന്നു നോക്കുകയാണ്. എല്ലാവരും അവിടെ നിൽക്കുന്നവരൊക്കെ കേമന്മാർ തന്നെയാണ്. പക്ഷേ എന്തൊക്കെ കേമത്തരമുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ന്യൂനതകളും ഉണ്ട് അവരിൽ. അപ്പൊ അങ്ങനെയുള്ള എല്ലാവരെയും ഇതല്ല എന്ന് പറഞ്ഞ് തള്ളി എങ്ങനെയാണോ ആ ദേവി ഒരു കുറവും ഇല്ലാത്തതായിട്ടുള്ള പൂർണ്ണനായിരിക്കുന്ന ആപ്തകാമനായിരിക്കുന്ന ദേവിയെപ്പോലും കാമിക്കാത്തവനായിരിക്കുന്ന ഭഗവാനെ മഹാവിഷ്ണുവിനെ ദേവി ഭരണമാല്യം ചാർത്തി സ്വീകരിക്കുന്നതും ആ ദേവിയെ ഭഗവാൻ സ്വയം തന്റെ വക്ഷസ്ഥലത്ത് നിത്യസ്ഥാനം കൊടുത്തുകൊണ്ട് മാനിക്കുന്നതുമായിട്ടുള്ള രംഗങ്ങളാണ് ഇനിയുള്ള ശ്ലോകങ്ങൾ ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വാരുണി എന്ന മദ്യം വരുന്നതും അത് കഴിഞ്ഞ് ധന്വന്തരി ഭഗവാൻ വരുന്നതുമായിട്ടുള്ള ഭാഗം. അപ്പൊ നമുക്ക് ഇന്ന് ഈ ഭാഗം ലക്ഷ്മി സ്വയംവരം എന്നുള്ള ഭാഗം നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ അഷ്ടമസ്കന്ധേ അഷ്ടമോധ്യായഃ. ശ്രീശുക ഉവാച. 17-ാം ശ്ലോകം മുതൽക്ക്. തദകൃതസ്വസ്ത്യയനോത്പലസ്രജം നതദ്വിരേഭാം പരിഗൃഹ്യ പാണിനാ ചചാലവക്ത്രം സുകപോലകുണ്ഡലം സവ്രീഡഹാസം ദദതി സുശോഭനം സ്തനദ്വയം ചാതികൃശോദരീ സമം നിരന്തരം ചന്ദനകുങ്കുമോക്ഷിതം തതസ്തോ നൂപുരവൽഗുഷിഞ്ചിതൈർവിസർപ്പതി ഹേമലതേ വസാബഭൗ തതകൃതസ്വസ്ത്യയനോത്പലസ്രജം നതദ്വിരേഭാം പരിഗൃഹ്യ പാണിനാ ചചാലവക്ത്രം സുകപോലകുണ്ഡലം സവ്രീഡഹാസം ദദതി സുശോഭനം. തതഃ അനന്തരം എന്നാണ്. അപ്പൊ എന്തിനനന്തരം? മുമ്പ് പറഞ്ഞതായിട്ടുള്ള ദേവിയുടെ അഭിഷേകം കഴിഞ്ഞ് ദേവിക്ക് വസ്ത്ര ആഭരണാദികൾ എല്ലാം ഓരോരുത്തരെ സമ്മാനിച്ച് ദേവി അതെല്ലാം ധരിച്ച് അലങ്കാര വിഭൂഷിതയായി കയ്യില് ആ മാലയും വൈജയന്തി എന്ന വരുണൻ കൊടുത്ത മാലയും എല്ലാമായിക്കൊണ്ട് ദേവി എന്ത് ചെയ്തു എന്ന് പറയുന്ന തതഃ അനന്തരം കൃതസ്വസ്ത്യയനാ ഉത്പലസ്രജം നതദ്വിരേഭാം പരിഗൃഹ്യ പാണിനാ ചചാല. ചചാല എന്നുള്ളതാണ് ഇവിടുത്തെ ക്രിയാരൂപം. ചലിച്ചു എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു എന്ന് തന്നെയാണ്. അപ്പൊ ദേവി ഒന്ന് സഞ്ചരിക്കാൻ തുടങ്ങി. എങ്ങനെയായിട്ട്? കൃതസ്വസ്ത്യയന എന്ന് പറഞ്ഞാല് സ്വസ്ത്യയനങ്ങൾ ചെയ്യപ്പെട്ടവളായിട്ട്. സ്വസ്ത്യയനങ്ങൾ എന്ന് പറഞ്ഞാൽ മംഗളയാത്രയ്ക്ക് വേണ്ടതായിട്ടുള്ളതെല്ലാം ചെയ്തിട്ട്. ഇപ്പൊ മംഗള വേഷഭൂഷാദികളോടുകൂടി അലങ്കാരാദികളോടുകൂടി എന്നൊക്കെ അർത്ഥമാണ് സ്വസ്ത്യയനം. സ്വസ്ത്യയനം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സ്നാനം, അതിനുശേഷം ഉണ്ടാകുന്ന വസ്ത്രധാരണം, അലങ്കാരങ്ങളൊക്കെ അണിയൽ, ഇതൊക്കെയാണ് സ്വസ്ത്യയനം ചെയ്യുക. യാത്ര മംഗളമായി തീരാൻ വേണ്ടിയുള്ള പ്രവൃത്തികളാണ് സ്വസ്ത്യയനങ്ങൾ. അപ്പൊ എല്ലാവരാലും എന്താ പറയുക, ആശംസിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ ബ്രാഹ്മണരാലും ഋഷിമാരാലും മറ്റുമൊക്കെ ആശംസിക്കപ്പെട്ടവളായിട്ടും എന്നും പറയാം. എല്ലാവരാലും സ്വസ്ത്യയനം ചെയ്യപ്പെട്ടവളായിട്ടും ദേവി സ്വയം വേണ്ടതായിട്ടുള്ള സ്വസ്ത്യയനങ്ങൾ ചെയ്തവളായിട്ടും. കൃതസ്വസ്ത്യയന അവള് ഉത്പലസ്രജം നതദ്വിരേഭാം പാണിനാ പരിഗൃഹ്യ. അപ്പോ ഉത്പലസ്രജം, ഉത്പലം താമര, ചെന്താമര. ചെന്താമരയുടെ
സ്രജം എന്ന് പറഞ്ഞാൽ സ്രക്ക് മാലയാണ്, സ്രക്കിനെ മാലയേ എന്നാണ് സ്രജം എന്നുകൊണ്ട്. അപ്പോ ചെന്താമരമാലയെ പാണിനാ പരിഗൃഹ്യ കൈകളിൽ ധരിച്ചുകൊണ്ട് പരിഗ്രഹിച്ചുകൊണ്ട്. അപ്പൊ എങ്ങനെയുള്ളതാണ് ഈ ഉൽപ്പല സ്രജം എന്ന് പറഞ്ഞതാണ് നദദ്വിരേഭാം. നദത് എന്ന് പറഞ്ഞാൽ ശബ്ദിക്കുന്നത്. ആരാ ശബ്ദിക്കുന്നത്? ദ്വിരേഭാം. ദ്വിരേഭം എന്നുള്ളത് വണ്ടിന്റെ പര്യായമാണ്. ഇവിടെ സ്രജം എന്നുള്ളത് സ്ത്രീലിംഗമായതുകൊണ്ട് ദ്വിരേഭാം എന്ന് സ്ത്രീലിംഗത്തിലാക്കി. അപ്പോ ദ്വിരേഭം വണ്ടിന്റെ പര്യായമാണ്. എന്താണ് വണ്ടിന് ദ്വിരേഭം എന്ന പേര് വരാൻ കാരണം വെച്ചാല് വണ്ടിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പേര് ഭ്രമരം എന്നാണ്. ഭ്രമരം. അപ്പൊ അതിലെത്ര രേഭം ഉണ്ട് എന്ന് നോക്കിയാൽ മതി. രേഭം എന്ന് പറഞ്ഞാൽ രകാരം. ഇപ്പൊ ബ്ര എന്നുള്ളതിലൊരു രകാരമുണ്ട്. ഭ്രമരം അവസാനം രംലാണ് അവസാനിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ ഭ്രമരം 2 പ്രാവശ്യം രേഭങ്ങൾ അഥവാ രകാരങ്ങൾ ഉച്ചരിക്കപ്പെടുന്നത് കൊണ്ടാണ് വണ്ടിന് ദ്വിരേഭം എന്ന പേര്. അപ്പൊ പേരിൽ നിന്ന് മറ്റൊരു പേര്. ഇതാണ് സംസ്കൃത ഭാഷയുടെ ഒരു മനോഹാരിത, ഒരു അത്ഭുതം. ഒരു പേരിൽ നിന്ന് മറ്റൊരു പേരുണ്ടാവുക. ഭ്രമരം എന്ന പേരിൽ നിന്ന് ദ്വിരേഭം എന്ന പേരുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ വണ്ടുകൾ ശബ്ദിക്കുകയാണ്. എന്തുകൊണ്ടാണ് വണ്ടുകൾ ശബ്ദിക്കുന്ന? ആ പൂക്കളിലുള്ള തേനിന്റെ ആകർഷണം കൊണ്ട്. ഞങ്ങളെ തേൻ കുടിക്കാൻ അനുവദിക്കൂ, ഈ മാലയും കൊണ്ട് എവിടേക്കാ പോണ എന്നുള്ള മട്ടില് ആ വണ്ടുകൾ ദേവിയോട് മത്സരിക്കുകയാണ്. ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ആ തേൻ കുടിക്കാനായിക്കൊണ്ട് ചുറ്റും കൂടിയിരിക്കുകയാണ്. അതാണ് നദദ്വിരേഭാം ഉത്പലസ്രജം പാണിനാ പരിഗൃഹ്യ. ശബ്ദിക്കുന്ന വണ്ടുകളോടുകൂടിയ ചെന്താമരമാലയെ കൈകൾ കൊണ്ട് ധരിച്ചിരിക്കുന്നവളായി ചചാല ദേവി സഞ്ചരിച്ചു. എങ്ങനെയായിട്ട്? വക്ത്രം സുകപോല കുണ്ടലം സവ്രീഡഹാസം ദദതി സുശോഭനം. അപ്പോ ഇങ്ങനെയുള്ള വക്ത്രം ദദതി എന്നാണ്. വക്ത്രം എന്നാൽ മുഖം. മുഖത്തെ ധരിക്കുന്നവളായിട്ട്. എങ്ങനെയുള്ള മുഖത്തെ? ആ മുഖത്തിന് വിശേഷം കൊടുത്തതാണ് സുകപോല കുണ്ടലം സവ്രീഡഹാസം സുശോഭനം. 3 വിശേഷണങ്ങളോടുകൂടിയ വക്ത്രം. അപ്പൊ സുകപോല കുണ്ടലം എന്ന് പറഞ്ഞാല് കപോലങ്ങളിൽ സുഷ്ടുവായി കുണ്ടലങ്ങൾ ശോഭിക്കുന്നു. കർണങ്ങളിലെ കുണ്ടലങ്ങൾ കപോലങ്ങളിൽ വെട്ടിത്തിളങ്ങുന്നു. പത്മരാഗ ശിലാദർശ പരിഭാവി കപോലഭൂഹു എന്നൊക്കെ ലളിതാ സഹസ്രനാമത്തിൽ പറയും. കണ്ണാടി പോലെ പത്മരാഗ രത്നം പോലെ ശോഭിക്കുന്ന, കണ്ണാടി പോലെ ശോഭിക്കുന്നതായിട്ടുള്ള ദേവിയുടെ കവിൾത്തടങ്ങൾ അത് പത്മരാഗത്തിന് പരിഭാവിയാണ്. പത്മരാഗ പരിഭാവി കപോലഭൂ. പത്മരാഗം കൊണ്ടുള്ള കണ്ണാടിയെ പരിഭവിപ്പിക്കുന്ന, കീഴ്പ്പെടുത്തുന്ന എന്നർത്ഥമാണ്. പരിഭവിക്കുക എന്ന് പറഞ്ഞാൽ അഭിഭവിക്കുക എന്നാണ്, ഡോമിനേറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോ അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള. അപ്പൊ അങ്ങനെയുള്ള അതില് കർണകുണ്ടലങ്ങള് വെട്ടിത്തിളങ്ങുന്നുണ്ട്. അതാണ് സുകപോല കുണ്ടലം. നല്ല ചുട്ടുവായ കപോലവും കുണ്ടലവും ധരിച്ചിരിക്കുന്നവളായിട്ടുള്ള ആ വക്ത്രത്തോടു കൂടിയവളും സവ്രീഡഹാസം. വ്രീഡ എന്ന് വെച്ചാൽ ലജ്ജ. വ്രീള, വ്രീഡ എന്നൊക്കെയുള്ളത് ലജ്ജയെ സൂചിപ്പിക്കുന്നു. അപ്പൊ ലജ്ജയോടുകൂടിയ മന്ദഹാസത്തോടുകൂടിയ മുഖം, അല്പം താഴ്ത്തിക്കൊണ്ടും എന്നാൽ ചുറ്റും നോക്കുന്നുണ്ട്. ആവശ്യത്തിനെല്ലാം കാണും വേണം ചുറ്റും ആരൊക്കെയുള്ളതെന്ന് നോക്കുന്നുണ്ട്. ലജ്ജ അഭിനയിച്ചുകൊണ്ട് ഇടയ്ക്ക് തല താഴ്ത്തുന്നുണ്ട്. അങ്ങനെയുള്ള പുഞ്ചിരിയോടുകൂടിയതും സുശോഭനം, അത്യന്തം ശോഭനമായിരിക്കുന്നതുമായിട്ടുള്ള വക്ത്രം ദദതി, മുഖത്തെ ധരിച്ചുകൊണ്ട് അതിമനോഹരയായിട്ടുള്ള ലക്ഷ്മി ദേവി ചചാല, അവിടെ ചലിച്ചു, സഞ്ചരിച്ചു എന്ന് താല്പര്യം. ആ ദേവിയുടെ രൂപത്തെ ഒന്നുകൂടെ വർണ്ണിക്കുകയാണ്. എങ്ങനെ അവൾ ശോഭിച്ചു. സാ ബബൗ. സാ ബബൗ എന്ന് പറഞ്ഞാൽ അവൾ ഭാസിച്ചു എന്നാണ്. ഭാ എന്നുള്ള ധാതുവിന്റെ രൂപാന്തരമാണ് ബബൗ. അവൾ ഭാസിച്ചു, ശോഭിച്ചു. അപ്പൊ എങ്ങനെ ശോഭിച്ചു? സ്തനദ്വയം ചാതികൃശോദരീ സമം നിരന്തരം ചന്ദന കുങ്കുമോക്ഷിതം തതസ്തോ നൂപുരവൽഗുശിഞ്ചിതൈഃ വിസർപ്പതി മലതേവ സാ ബബൗ. സ്തനദ്വയം ച അതികൃശോദരീ സമം നിരന്തരം ചന്ദന കുങ്കുമോക്ഷിതം.
ദേവി അതികൃശോദരിയാണ്. ഉദരം അതികൃശം എന്ന് പറഞ്ഞാൽ വളരെ മെലിഞ്ഞ ഉദരഭാഗം. അതിന്റെ മുകളില് അല്ലെ നമ്മള് സ്തനഭാരദളൻ മധ്യ പട്ടബന്ധ വലിത്രയ എന്ന് ലളിതാ സഹസ്രനാമത്തിൽ പറയും. അതുപോലെ ഇവിടെ ദേവിയുടെ ഉദരം കൃശം ഒടിഞ്ഞു വീഴുമോന്ന് ശങ്കയുണ്ട്. ഒരു വള്ളി പോലെയാണ്. വള്ളിയില് വലിയ കായ്കൾ ഉണ്ടായാൽ എന്താവും വള്ളിയുടെ അവസ്ഥ? നമ്മളറിയാം, ആ വള്ളിക്ക് നല്ല താങ്ങ് കൊടുക്കണം, സപ്പോർട്ട് കൊടുക്കണം, പന്തലിട്ട് കൊടുക്കണം, അല്ലേ? അല്ലെങ്കിൽ അത് നിലത്തേക്ക് ചാഞ്ഞു പോകും. അപ്പൊ ദേവിയെ ഒരു വള്ളിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പോ അതികൃശോദരിയായിട്ടുള്ള ദേവിയുടെ സ്തനദ്വയം, ആ സ്തനദ്വയം കീദൃശം, എങ്ങനെയുള്ളത്? ദദതി. ദദതി എന്ന് പറഞ്ഞാൽ ധരിക്കുന്നവൾ. അപ്പോ സമം സ്തനദ്വയം, സ്തനദ്വയങ്ങൾ രണ്ടും സമങ്ങളായിരിക്കുന്നതാണ് ഉത്തമ ലക്ഷണം. സിമെട്രിക്കൽ ആയിരിക്കുക, ഒരേ അളവില് രണ്ട് സ്തനങ്ങളും. സ്തനദ്വയം സമം. നിരന്തരം എന്ന് പറഞ്ഞാലോ അങ്ങോട്ടും ഇങ്ങോട്ടും തിങ്ങിയിട്ട് അന്തരം ഇല്ലാത്തത്. അന്തരം എന്ന് പറഞ്ഞാൽ ഗ്യാപ്പാണ്. ഇടയിലൊരു ഗ്യാപ്പില്ലാത്ത രീതിയിൽ രണ്ട് സ്ഥലങ്ങളും പരസ്പരം തിങ്ങി ഞെരുങ്ങിയിരിക്കുന്നു. അങ്ങനെയുള്ള നിരന്തരം. ഇനി അതിലെന്താ ചാർത്തിയിരിക്കുന്നത്? ചന്ദന കുങ്കുമോക്ഷിതം. ചന്ദനവും കുങ്കുമവും ഉക്ഷിതം. ഉക്ഷിതം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ലേപനം ചെയ്തിരിക്കുന്നു എന്നർത്ഥം. പ്രോക്ഷണം ചെയ്യുക എന്ന് നമ്മൾ പറയാറുണ്ട്. പ്രോക്ഷണം ചെയ്യുക എന്ന് പറഞ്ഞാല് ഒരു തളിക്കുക, ലേപനം ചെയ്യുക, ഇതിനൊക്കെ പ്രോക്ഷണം ചെയ്യാന്ന്. ഇവിടെ ഉക്ഷിതം, നല്ലതുപോലെ ചന്ദന കുങ്കുമങ്ങൾ ലേപനം ചെയ്തിരിക്കുന്ന സ്തനദ്വയങ്ങളാണ് ദേവിയുടെ. അപ്പോ സൗരഭ്യവുമുണ്ട്, സൗന്ദര്യവുമുണ്ട്, അതിന്റെ എല്ലാ തരത്തിലുള്ള ലക്ഷണങ്ങളും തികഞ്ഞിരിക്കുന്ന വലിയ സ്തനദ്വയങ്ങളെ ധരിച്ചിരിക്കുന്നു. ദേവിയുടെ ഉദരമാവട്ടെ അതികൃശം. അപ്പൊ ഒരു വള്ളിയില് പഴങ്ങൾ പഴുത്തു നിൽക്കുന്നത് പോലെ ആ വള്ളിക്ക് ഭാരം താങ്ങാൻ പറ്റാത്തതുപോലെയുള്ളതായിട്ടുള്ള ഹേമലത ഇവ എന്ന് അവസാനം പറഞ്ഞിട്ടുണ്ട്. ഹേമലത എന്ന് പറഞ്ഞാൽ സ്വർണവള്ളി, സ്വർണം കൊണ്ടുള്ള വള്ളി, സ്വർണലത എന്ന പോലെ സാബബൗ എന്നാണ്. അത് കഴിഞ്ഞ് തതസ്തോ നൂപുരവൽകുശിഞ്ചിതൈർ വിസർപ്പതി. തതസ്തത, ഇവിടെയും അവിടെയും എന്ന് വെച്ചാൽ തെരയുകയാണ്. തനിക്ക് പറ്റിയ ഒരു വരനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കുന്നത്. അതാണ് തതസ്തത. അവിടെ സഞ്ചരിക്കുന്നവളായിട്ട് നൂപുരത്തിൽ നിന്നുള്ള വൽഗുവായ സിഞ്ചിതം. സിഞ്ചിതം എന്നാൽ ആ കിലുക്കം, നൂപുരങ്ങളുടെ ധ്വനിയാണ് സിഞ്ചാനം, സിഞ്ചിതം എന്നൊക്കെ പറയുക. അപ്പോ നൂപുരത്തിൽ നിന്നുള്ള വൽഗുവായ എന്ന് വെച്ചാൽ ദേവിയുടെ ആ കാൽവെപ്പിന്റെ ഒരു ഹംസത്തിന്റെ നട എന്ന് പറഞ്ഞ പോലെയുള്ളതായിട്ടുള്ള ക്രമത്തിലുള്ളതായിട്ടുള്ള താളത്തോടുകൂടിയതായിട്ടുള്ള ആ നടയിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള ശബ്ദധ്വനിയോടുകൂടി, നൂപുരധ്വനിയോടുകൂടി വിസർപ്പതി. വിസർപ്പതി എന്ന് പറഞ്ഞാൽ വ്യാപിക്കുന്നവളായിട്ട്, സഞ്ചരിക്കുന്നവളായിട്ട്, ഹേമലത എന്ന പോലെ എന്ന് വെച്ചാൽ ഒരു വള്ളി പടർന്നു പിടിക്കുന്നത് പോലെ. ഒരു സ്വർണവള്ളി ഇങ്ങനെ ഭൂമിയിലൊക്കെ ഇങ്ങനെ പടർന്നു പിടിച്ചാൽ എല്ലായിടത്തും വ്യാപിച്ചു കാണുന്നത് പോലെ ദേവി. ഇനി ഹേമലത എന്നുള്ളതിന് മിന്നൽ കൊടി എന്നും അർത്ഥമുണ്ട്. സ്വർണം പോലെയുള്ള അല്ലേ വള്ളിയാണ്, സ്വർണവള്ളി പോലെയുള്ളതാണ് മിന്നൽ കൊടി. അപ്പൊ മിന്നൽ കൊടി എങ്ങനെയാണോ മേഘങ്ങളുടെ ഇടയിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വ്യാപിച്ചു പോവുക, അതുപോലെ എല്ലായിടത്തും വ്യാപിക്കുന്നവളായിട്ട് സാബബൗ, അവൾ അതിമനോഹരമായി ശോഭിച്ചു എന്നുള്ള ലക്ഷ്മി ദേവിയെ നമ്മുടെ ഉള്ളില് കാണിച്ചു തരികയാണ്. സ്തനദ്വയം ചാതികൃശോദരീ സമം നിരന്തരം ചന്ദന കുങ്കുമോക്ഷിതം തതസ്തോ നൂപുരവൽകുശിഞ്ചിതൈഃ വിസർപ്പതി ഹേമലതേവ സാബബൗ. വിലോകയന്തി നിരവദ്യമാത്മനഃ പദം ധ്രുവം ചാവ്യഭിചാരി സദ്ഗുണം ഗന്ധർവയക്ഷാസുരസിദ്ധചാരണത്രയവിഷ്ടപേയാദിഷു നാന്വവിന്ദത. വിലോകയന്തി നിരവദ്യമാത്മനഃ പദം ധ്രുവം ചാവ്യഭിചാരി സദ്ഗുണം
ഗന്ധർവയക്ഷാസുരസിദ്ധചാരണത്രൈഭിഷ്ടവേയാദിഷു മാന്വവിന്ദത. അപ്പൊ ദേവി എന്താ ചെയ്യണത്? വിലോകയന്തി. വിലോകയന്തി വിശേഷേണ ലോകയന്തി. നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നോക്കുകയാണ്, തിരയുകയാണ്, വിലോകനം ചെയ്യുകയാണ്. എന്താ തിരയണത്? ആത്മനഃ നിരവധ്യം പദം. ആത്മനഃ തനിക്ക് നിരവധ്യം എന്ന് പറഞ്ഞാൽ ദോഷരഹിതമായത്. അവധ്യം ദോഷമാണ്, നിരവധ്യം ദോഷരഹിതം. പദം എന്ന് പറഞ്ഞാലോ സ്ഥാനം. ആത്മനഃ പദം, തനിക്ക് ആശ്രയിക്കാനുള്ള സ്ഥാനം. താൻ ആരെ ആശ്രയിക്കണം, ആരുടെ കൂടെ ഇരിക്കണം, തനിക്ക് പെർമനന്റ് ആയിട്ടൊരു റെസിഡൻസ് അന്വേഷിക്കുകയാണ്. വാടക വീടുകൾ പോരാ ദേവിക്ക്. അതാണ് അവിടെ അവ്യഭിചാരി സദ്ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവ്യഭിചാരി സദ്ഗുണം, വ്യഭിചരിക്കാത്ത സദ്ഗുണങ്ങളോടുകൂടിയ സ്ഥാനമാണ് ദേവി നോക്കുന്നത്. അപ്പൊ പെർമനന്റ് റെസിഡൻസ് നന്നായിരിക്കണം. അതിലെ ഗുണങ്ങൾ, സദ്ഗുണങ്ങൾ വ്യഭിചരിച്ചു പോകുന്നതാവരുത്, താൽക്കാലികമാവരുത്. അല്ലേ? പലരും സദ്ഗുണങ്ങൾ നമ്മൾ കാണാറുണ്ട്. എത്ര കാലം കാണാൻ പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ല. കാരണം പലപ്പോഴും പലരും പല കാര്യം കാണാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ അഭിനയിക്കുന്നതായിരിക്കും, വേഷം കെട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ തൽക്കാലം അവരുടെ സ്വഭാവം അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിലെ മറ്റു പല വാസനകൾ കൊണ്ട് കാലം കൊണ്ട് അവര് മാറി മറിയാം. ഇന്ന് കാണുന്ന പോലെ ആയിരിക്കില്ല നാളെ അവരുടെ സ്വഭാവം. അർഹതയില്ലാത്തവർക്ക് ഏതെങ്കിലുമൊക്കെ സ്ഥാനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം പെട്ടെന്ന് മാറും. യശസ്, സമ്പത്ത്, വിദ്യ, സ്ഥാനമാനങ്ങള് ഇതെല്ലാം അർഹതയില്ലാത്തവരുടെ കയ്യിൽ കിട്ടിയാല്, ശക്തി, അധികാരം, ഇതൊക്കെ അർഹതയില്ലാത്തവരുടെ കയ്യിൽ കിട്ടിയാല് അത് പെട്ടെന്ന് അവരുടെ സ്വഭാവത്തെ മാറ്റും. നല്ല ആൾക്കാരായിട്ട് തോന്നും, അല്ലേ? അങ്ങനെയാണ് പലരും ആളുകളെ വഞ്ചിച്ച് സ്ഥാനമാനങ്ങളൊക്കെ നേടിയെടുക്കുന്നത്. നല്ല ആളാണെന്ന് തോന്നിയിട്ട്. നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രിയുടെ അവസ്ഥ, അയാള് എന്തൊക്കെയോ ആളുകളുടെ ഉള്ളിൽ പ്രതീക്ഷയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. സ്വയം ഇൻകം ടാക്സിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറോ എന്തോ ആയിരുന്ന ആള്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. എല്ലാം വലിച്ചെറിഞ്ഞ് അഴിമതി രഹിതമാക്കാൻ വേണ്ടി ഭാരതത്തെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് ആം ആദ്മി പാർട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണക്കാരുടെ നേതാവായി വന്ന് ഡൽഹി പിടിച്ചെടുത്തു, അല്ലെ? നിയമസഭാ ഭരണം പഞ്ചാബില്, അതുപോലെ ഗോവയിലൊക്കെ പല ഇതും പയറ്റി നോക്കി. അപ്പോൾ നല്ല വേഷം കെട്ടി വന്നു. പിന്നെയാണ് അയാളുടെ തനി സ്വഭാവമൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയത്. പെർമനന്റ് അല്ല ആ കാണിച്ച വേഷഭൂഷണം. അല്ലെങ്കിൽ തന്നെ അദ്ദേഹം ആരുടെ ശിഷ്യനായിരുന്നു? അദ്ദേഹത്തെ ചതിച്ച് അദ്ദേഹത്തിന്റെ ശാപം വാങ്ങിട്ടാ വന്നത്. അണ്ണാ ഹസാരയുടെ കൂടെ ശിഷ്യനായി തുടങ്ങിയ ആള് അണ്ണാ ഹസാരയുടെ ശാപം വാങ്ങിച്ചുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്. രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള അനുമതി അണ്ണാ ഹസാരെ കൊടുത്തിരുന്നില്ല. പറഞ്ഞു വന്നത് വ്യഭിചാരി സദ്ഗുണം. തൽക്കാലം നല്ല ഗുണമുണ്ടെന്നൊക്കെ തോന്നും. നമ്മളൊക്കെ ഇങ്ങനെ ഒരുപാട് പേരാൽ വഞ്ചിതരായിക്കൊണ്ടിരിക്കണം നിരന്തരം. ഈ സമൂഹം അങ്ങനെയാണ്. നാരായണ വെറുതെ വിളിച്ചുകൊണ്ടിരിക്കണം. അപ്പോ എന്താ പറയുക, കാണുന്ന കാഴ്ചകളിൽ വഞ്ചിതരാവാതിരിക്കുക. എല്ലാ രംഗത്തും, ഏത് രംഗത്തും മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് മനസ്സിലാക്കുക. അതാണ് ലക്ഷ്മി ദേവി നല്ലോണം ഉരച്ചു നോക്കിയിട്ടാണ് ആളുകളെ തെരഞ്ഞെടുക്കുന്നത്. അതാണ് അവ്യഭിചാരി സദ്ഗുണം. ഇന്നത്തെ പെൺകുട്ടികൾക്കൊക്കെ വേണ്ട ഒരു ഗുണമാണ് ഈ തെരഞ്ഞെടുക്കാനുള്ള കഴിവ്. പോയി ചാടുന്നത് എവിടേക്കാ ചാടുന്ന? ആപത്തുകളിലേക്കാ ചെന്ന് ചാടുന്നത്. തങ്ങളെ ചതിക്കാൻ വേണ്ടിയുള്ള ആളുകളുടെ പിടിയിലേക്കാണ് പോയിട്ട് പെടുന്നത്. തൽക്കാല അവരുടെ വേഷം കെട്ടലിലൊക്കെ ഭ്രമിച്ചിട്ട് ജിഹാദികൾ, ലവ് ജിഹാദികൾ അടക്കമുള്ള എല്ലാ പരിപാടികളും ചിന്തിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള സദ്ഗുണങ്ങളുണ്ട് എന്ന് തൽക്കാലം തോന്നിപ്പിച്ചുകൊണ്ട് നമ്മളെ വഞ്ചിക്കുന്നതായിട്ടുള്ള ഒരു സമൂഹമാണ് ചുറ്റും കൂടുതലായിട്ടും ഉള്ളത്.
എല്ലാവരെയും അങ്ങനെ കാണരുത്. നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ ഉള്ളത് തുറന്നു പറയപ്പോഴും അവരെ കണ്ടാൽ നമുക്ക് ചന്തം ഉണ്ടാവില്ല, അവർ പറയുന്ന വാക്കുകൾ നമുക്ക് രുചിക്കില്ല. പക്ഷെ മുഖത്ത് നോക്കി അവർ കാര്യം പറയും, അവരോട് നമുക്ക് വേഗം പിണങ്ങും, വേഗം നമ്മൾ അകന്നു പോകും. നന്നായി സംസാരിക്കുന്ന നല്ല ചാടുവാക്കുകൾ പറഞ്ഞ് നമ്മളെ വഞ്ചിക്കണം എന്ന് കുടില ഉദ്ദേശങ്ങളുള്ളവര് ഒരിക്കലും നമ്മളോട് ആദ്യം മോശമായിട്ട് പെരുമാറില്ല. അവർക്ക് അവരുടെ കാര്യം സാധിക്കണം. കാര്യം സാധിച്ചു കഴിഞ്ഞിട്ടേ അവരുടെ തനി നിറം പുറത്താവുള്ളൂ. ഇപ്പൊ എന്തായാലും ഇവിടെ അവ്യഭിചാരി സദ്ഗുണം, അങ്ങനെയുള്ള തനിക്ക് പെർമനന്റ് ആയിട്ടുള്ള ധ്രുവം എന്നുള്ള സ്ഥാനമാണ്. നിശ്ചയത്തോടു കൂടിയത്, നാശരഹിതമായത്, ദൃഢമായത് എന്നൊക്കെ അർത്ഥമാണ്. അങ്ങനെയുള്ള പദത്തെ, നിരവധ്യം ദോഷരഹിതമായിട്ടുള്ള സ്ഥാനത്തെ തനിക്ക് ആശ്രയിക്കാൻ വേണ്ടി വിലോകയന്തി തെരഞ്ഞു നടക്കുകയാണ് ദേവി. അപ്പൊ അതില് ആദ്യം എന്നെ ഭരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും നാണമില്ലാതെ ദേവിയുടെ മുമ്പിലേക്ക് നിൽക്കുന്നവര് ഗന്ധർവ യക്ഷ അസുര സിദ്ധ ചാരണ ത്രൈവിഷ്ടപ. ത്രൈവിഷ്ടപേയന്മാര്, അവ ഗന്ധർവന്മാര് വലിയ പാട്ടുകാരൊക്കെയാണ്, കാണാനും സൗന്ദര്യമുള്ളവരാണ്. പക്ഷെ അവരുടെ സ്വഭാവമൊന്നും അവ്യഭിചാരിയൊന്നുമല്ല. എന്നുവെച്ചാൽ തൽക്കാലം പുണ്യം കൊണ്ട് അവരെങ്ങനെ എത്തിച്ചേർന്നിരിക്കണം. കുറച്ചു കഴിഞ്ഞാൽ അവരുടെ അഹങ്കാരം വർദ്ധിച്ചാൽ തനി സ്വഭാവമൊക്കെ കാണും. അതുപോലെ യക്ഷന്മാര്, കുബേരന്റെ ആളുകളാണ് യക്ഷന്മാര്. അസുരന്മാരുണ്ട്, മഹാബലി മുതലായിട്ടുള്ള അസുരന്മാരുണ്ട്, സിദ്ധന്മാരുണ്ട്, ചാരണന്മാരുണ്ട്, ഒക്കെ ദേവവർഗത്തിൽപ്പെട്ടവരാണ്. ത്രൈവിഷ്ടപേയന്മാര് എന്ന് പറഞ്ഞാൽ സ്വർഗവാസികളായ ദേവന്മാര്. അപ്പോ ഇങ്ങനെയുള്ള സ്വർഗവാസികളിൽ ഒന്നും അന്വവിന്ദത. എന്ത് അന്വവിന്ദത എന്ന് പറഞ്ഞാൽ പ്രാപിച്ചില്ല, കണ്ടില്ല. എന്ത് കണ്ടില്ല? തന്റെ ധ്രുവമായിട്ടുള്ള, നിരവധ്യമായിട്ടുള്ള, അവ്യഭിചാരി സദ്ഗുണമായിട്ടുള്ള പദത്തെ, ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള, ഒരു യോഗ്യമായിട്ടുള്ള, ദോഷരഹിതമായിട്ടുള്ള പദത്തെ ദേവി ഇവരിലൊന്നും കണ്ടില്ല. ഇവരൊക്കെ ധാരാളം ദോഷം ഉള്ളവരാണ്. നല്ല ഗുണങ്ങളുണ്ട്, പക്ഷെ അതിനേക്കാൾ ദോഷം ഉള്ളവരാണെന്ന് കണ്ടു. അതുകൊണ്ട് അവരെ ദേവി പ്രാപിച്ചില്ല എന്നർത്ഥം. വിലോകയന്തി നിരവധ്യമാത്മനഃ പദം ധ്രുവം ചവ്യഭിചാരി സദ്ഗുണം ഗന്ധർവ യക്ഷാസുര സിദ്ധചാരണ ത്രൈവിഷ്ടപേയാദിഷു നാന്വവിന്ദത. അപ്പൊ ഇതിൽ നമുക്കൊരു സൂചനയുണ്ട്. എന്താണ്? ലക്ഷ്മി ദേവി നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ, നമ്മളെ ഭരിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? നിരവധ്യമായിട്ടുള്ള, ദോഷരഹിതമായിട്ടുള്ള സ്ഥാനമായിരിക്കണം. മാലിന്യം പിടിച്ച സ്ഥലമായിരിക്കരുത്. അല്ലേ? എവിടെ മലിനമായിരിക്കുന്നുവോ അവിടെ മഹാലക്ഷ്മി ഇരിക്കില്ല. ശുദ്ധിയാണ് മഹാലക്ഷ്മി എവിടെയും നോക്കുന്നത്. അപ്പോ നമ്മുടെ ശരീരം ശുദ്ധമായിരിക്കണം, ഗൃഹം ശുദ്ധമായിരിക്കണം, പരിസരം ശുദ്ധമായിരിക്കണം, നമ്മൾ കൈകാര്യം ചെയ്യുന്ന വസ്തുക്കൾക്കൊക്കെ ശുദ്ധി ഉണ്ടാവണം, മനസ്സിൽ ചിന്തകൾ ശുദ്ധമായിരിക്കണം, വാക്ക് ശുദ്ധമാകണം. ഇതൊക്കെ തികയുമ്പോഴേ മഹാലക്ഷ്മി സന്തോഷമായിട്ട് നമ്മുടെ കൂടെ ഇരിക്കുള്ളൂ. മഹാലക്ഷ്മി നോക്കുന്നത് ഇതാണ്: നിരവധ്യം, അവ്യഭിചാരി സദ്ഗുണം, ധ്രുവം. ഒരേ സ്വഭാവം എപ്പോഴും സൂക്ഷിക്കുന്ന നല്ല ആളുകളായിരിക്കണം. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് സ്വഭാവം മാറുന്ന ഓന്തുകളാവാൻ പാടില്ല. അപ്പപ്പ സ്വഭാവം മാറുന്ന ആളുകളായാൽ മഹാലക്ഷ്മി എന്നോ ഇട്ടേച്ചു ഓടും. അപ്പൊ സ്ഥിരമായിട്ട് ഒരു സദ്ഗുണങ്ങൾ നിരന്തരമായി നിലനിൽക്കുന്നവരായിരിക്കണം എന്ന് താല്പര്യം. ലക്ഷ്മി ദേവിയുടെ ശ്രദ്ധയിൽ പെടണമെങ്കിൽ, പരിഗണന വേണമെങ്കിൽ. നൂനം തപോ യസ്യ ന മന്യു നിർജ്ജയോ ജ്ഞാനം ക്വചിത്തച്ഛ ന സംഗവർജിതം കശ്ചിൻ മഹാൻ തസ്യ ന കാമനിർജ്ജയഃ സ ഈശ്വര കിം പരതോ വ്യപാശ്രയഃ. നൂനം തപോ യസ്യ ന മന്യു നിർജ്ജയോ ജ്ഞാനം ക്വചിത്തച്ഛ ന സംഗവർജിതം കശ്ചിൻ മഹാൻ തസ്യ ന കാമനിർജ്ജയഃ സ ഈശ്വര കിം പരതോ വ്യപാശ്രയഃ. അപ്പോ ചിലർക്ക് യസ്യ തപഃ നൂനം, ആർക്കാണോ തപസ് നിശ്ചയമായിട്ടുണ്ട്, നല്ല താപസന്മാരാണ്, പക്ഷെ തസ്യ മന്യു നിർജ്ജയഃ ന,
മന്യു നിർജയം ഇല്ല. മന്യു എന്ന് പറഞ്ഞാൽ കോപം. അപ്പൊ കോപത്തെ ജയിക്കാനുള്ള കഴിവില്ല. തപസ്സുണ്ട്, കോപജയം ഇല്ല. ദുർവാസാവിനെ പോലെയുള്ള ആളുകളൊക്കെ. വേണമെങ്കിൽ മഹാദേവനെയും കൂട്ടാം. മഹാദേവനെ വേറെ ചില ഭാഗത്ത് ഇനി വേറെയും രീതിയിൽ വർണ്ണിക്കുന്നുണ്ട്. അതായത് ദുർവാസാവിനെ പോലെയുള്ള മഹർഷിമാരും മറ്റുമൊക്കെ തപസ്സുള്ളവരാണ്, പക്ഷെ മന്യു നിർജയം ഇല്ല. ജ്ഞാനം ക്വചിത്തച്ഛന സംഗവർജിതം. ഇനി ക്വചിത്ത് ജ്ഞാനം, ചിലരിൽ തീർച്ചയായിട്ടും നല്ല ജ്ഞാനമുണ്ട്, പക്ഷെ തച്ച സംഘവർജിതം അത് സംഘത്തോടു കൂടിയതല്ല. എന്തിലൊക്കെയോ സംഘമുള്ളവരാണ്. വിഷയവൈരാഗ്യം വേണ്ടത്ര ഇല്ല എന്ന് താല്പര്യം. അത് ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി മുതലായവരെ ഉദ്ദേശിച്ചിട്ടാണ്. ബൃഹസ്പതി മുതലായിട്ടുള്ളവർ നല്ല പാണ്ഡിത്യമുള്ള ജ്ഞാനികളാണ്, പക്ഷേ സ്ഥാനമാനങ്ങളോടൊക്കെ എന്താ പറയുക തന്നെ ബഹുമാനിക്കേണ്ട കാര്യത്തിൽ ഒക്കെ വളരെ നിർബന്ധ ബുദ്ധിയുള്ള ആളാണ് ബൃഹസ്പതി. അപ്പോൾ അതുകൊണ്ട് സംഘവർജിതനല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ചിലരുണ്ട്. ജ്ഞാനം ക്വചിത് തച്ചണ സംഘവർജിതം കശ്ചിൻ മഹാൻ തസ്യ ന കാമനിർജയ. അപ്പോ മഹാനാണ്, വലിയ കഴിവുള്ളവരാണ്, മഹത്വമുള്ളവരാണ്, പക്ഷെ കാമത്തെ ജയിച്ചവരായിരിക്കുന്നില്ല. അതും ബ്രഹ്മദേവൻ മുതലായവരൊന്നും കാമത്തെ ജയിക്കാത്തവരായിട്ടാണ് പറയുന്നത്. കാരണം സ്വന്തം കാമത്തെ അടക്കാൻ പറ്റാതെ സരസ്വതിയുടെ പുറകെ ഓടിയ ആളാണ് ബ്രഹ്മദേവൻ. അപ്പൊ കാമനിർജയം സാധിക്കാത്ത ബ്രഹ്മാദിദേവന്മാരെ പോലെ. അതുപോലെ സ ഈശ്വര കിം പരതോ വ്യപാശ്രയ. ഈശ്വരഭാവമുണ്ട്, ഭരണനിപുണനൊക്കെയാണ്, പക്ഷേ പരതഃ വ്യപാശ്രയ, പരന്മാരിൽ ആശ്രയഭാവമുണ്ട്, ഡിപ്പെൻഡൻസി ഉണ്ട്. പല കാര്യങ്ങൾക്കും അന്യരെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോ ചില കാര്യങ്ങളിൽ സാമർത്ഥ്യം പോരാത്തത് കൊണ്ടാണ് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അത് ഇപ്പൊ ഇന്ദ്രാദികളെ പോലെ. ഇന്ദ്രൻ നല്ല ഭരണ നൈപുണ്യമുള്ള ആളാണ്, സമർത്ഥനാണ്, പക്ഷെ ഇപ്പോ അസുരന്മാരെ ആശ്രയിക്കേണ്ടി വന്നിരിക്കുന്നു പാലാഴി മതലത്തിന്. അതുപോലെ പല സന്ദർഭങ്ങളിലും ഭഗവാൻ വിഷ്ണുവിന്റെ പുറകെയാണ് എപ്പോഴും, അല്ലേ? ഇന്ദ്രന് ഏത് ആവശ്യം വന്നാലും ഒന്നുകിൽ ബ്രഹ്മദേവനെ അല്ലെങ്കിൽ വിഷ്ണുവിനെ ചെന്ന് ശരണം പ്രാപിക്കും. അപ്പൊ ഡിപ്പെൻഡൻസി ഉണ്ട്. അതാണ് സ ഈശ്വര കിം പരതോ വ്യപാശ്രയ. ഈ പരനോട് ആശ്രയമുള്ള ഒരാൾ ഈശ്വര കിം, അവൻ ഈശ്വരനാകുമോ എന്നാണ്. ഈശ്വര സ്വഭാവമൊക്കെ ഉണ്ടെങ്കിലും അവൻ എങ്ങനെ ഈശ്വരനാവും അന്യനെ ആശ്രയിക്കുന്നവൻ? അതുകൊണ്ട് ഇന്ദ്രനെയും തള്ളിക്കളഞ്ഞു. അപ്പോ നൂനം തപോയസ്യ നമന്യു നിർജയോ ജ്ഞാനം ക്വചിത്തച്ഛന സംഘവർജിതം കശ്ചിൻ മഹാൻ തസ്യ ന കാമനിർജയഃ സ ഈശ്വര കിം പരതോ വ്യപാശ്രയഃ ധർമ്മ ക്വചിത്തത്ര ന ഭൂതസൗഹൃദം ത്യാഗ ക്വചിത്തത്ര ന മുക്തികാരണം വീര്യം ന പുംസോസ്ത്യജവേഗ നിഷ്കൃതം ന ഹി ദ്വിതീയോ ഗുണസംഗവർജിതഃ ധർമ്മ ക്വചിത്തത്ര ന ഭൂതസൗഹൃദം ത്യാഗ ക്വചിത്തത്ര ന മുക്തികാരണം വീര്യം ന പുംസോസ്ത്യജവേഗ നിഷ്കൃതം ന ഹി ദ്വിതീയോ ഗുണസംഗവർജിതഃ. ക്വചിത് ധർമ്മ, ക്വചിത് ചിലരില് ധർമ്മബോധമൊക്കെ ഉണ്ട്, പക്ഷെ തത്ര ഭൂതസൗഹൃദം ന, ചുറ്റുപാടുള്ള ഭൂതങ്ങളോട് നല്ല മനസ്സ്, നല്ല സൗഹൃദഭാവം ഒന്നും കാണുന്നില്ല. ധർമ്മബോധം ഉണ്ടെങ്കിലും ഭൂതങ്ങളെ സ്നേഹിക്കുകയോ അവരോട് സൗഹൃദം കാണിക്കുകയോ അവർക്ക് വേണ്ട എന്തെങ്കിലും സഹായം ചെയ്യുകയോ ചെയ്യുന്നില്ല. വലിയ ധാർമ്മികനാണ് എന്നൊക്കെ പറയാം. പരശുരാമാദികളെ പോലെയുള്ളവരൊക്കെ അങ്ങനെ പറയും. ഭൂതങ്ങളോട് ഒരു സൗഹൃദഭാവവും കാണിക്കില്ല, വളരെ എന്താ പറയുക ക്രോധഭാവം പ്രകടിപ്പിച്ചുകൊണ്ട്, എന്നാൽ വലിയ ധർമ്മനിഷ്ഠനാണ് താനും. അതുപോലെ ത്യാഗക്വചിത് തത്രന്ന മുക്തികാരണം, ചിലരില് ത്യാഗമുണ്ട്, ത്യാഗികളാണ്, പക്ഷേ അതൊന്നും മുക്തിക്ക് പോരാ. കാരണം എന്താ വെച്ചാൽ വേണ്ടത്ര ജ്ഞാനമില്ല. ത്യാഗമുണ്ട്, ജ്ഞാനമില്ല എന്നാവാം. ഇപ്പൊ ചില അസുരന്മാരൊക്കെ നമ്മുടെ
ഈ പ്രഹ്ലാദന്റെ പുത്രൻ മഹാബലിയുടെ അച്ഛൻ വിരോചനൻ ത്യാഗിയാണ്. പക്ഷേ മുക്തിക്ക് വേണ്ട ജ്ഞാനമില്ല. ശിബി ചക്രവർത്തി ത്യാഗിയാണ്, ദാനശീലനാണ്, പക്ഷേ വേണ്ട ആ ഒരു എന്താ പറയുക മോക്ഷകാരണമായിട്ടുള്ള ജ്ഞാനം നേടിയില്ല. അപ്പൊ ഇങ്ങനെ പലർക്കും ത്യാഗബുദ്ധിയുണ്ട്, എന്തും ത്യജിക്കും അവര്, പക്ഷേ മോക്ഷത്തിന് ആവശ്യമായിട്ടുള്ള ജ്ഞാനം ഇല്ല. അതാണ് ന മുക്തി കാരണം. ക്വചിത് ത്യാഗ ന മുക്തി കാരണം. അതുപോലെ വീര്യം ന പുംസോസ്തി അജവേഗ നിഷ്കൃതം. ഇവിടെ വീര്യമുണ്ട്, പരാക്രമമുണ്ട്, പക്ഷെ അജവേഗ നിഷ്കൃതം നാസ്തി. ഇവിടെ അജവേഗം എന്ന് പറഞ്ഞാല് വിധിയെ തടയാനുള്ള പൗരുഷമൊന്നും ഇല്ല. അഥവാ കാലത്തെ തടയാനുള്ള അജവേഗം എന്ന് പറയുമ്പോൾ കാലവേഗം എന്ന് അർത്ഥമാണ്. ബ്രഹ്മാവിന്റെ വേഗം, ബ്രഹ്മാവിന്റെ വിധി, തലയിലെഴുത്ത് ഒക്കെ പറയാം അതിന് അജവേഗത്തിന്. അതിനെ തടയാനുള്ള കഴിവില്ല, അതിനാൽ നിഷ്കൃതമാകപ്പെടുന്നതാണ്. എന്ന് വെച്ചാൽ അതിന് പ്രതിവിധിയില്ലാത്തതാണ്. നിഷ്കൃതി എന്ന് പറഞ്ഞാൽ പ്രതിവിധിയാണ്, പ്രതിവിധിയില്ല. കാലവേഗത്തെ തടയാനോ വിധിയെ തടയാനോ ഉള്ള പൗരുഷം ഒന്നും ഇല്ല. വീര്യമുണ്ട്, പരാക്രമമുണ്ട്, പൗരുഷമുണ്ട്, പക്ഷെ വേണ്ടത്ര ആ കാലവേഗത്തെ തടയാനുള്ള പൗരുഷം ഇല്ല, വിധിയെ തടയാനുള്ള പൗരുഷം ഇല്ല. അങ്ങനെയുള്ള ശക്തന്മാരായിട്ടുള്ള എത്രയോ പേര് നമുക്കറിയാം. കാർത്തവീര്യാർജുനൻ മുതലായിട്ടുള്ളവരൊക്കെ ഭയങ്കര ശക്തന്മാരാണ്. ഭീഷ്മൻ ഭയങ്കര ശക്തനാണ്, പക്ഷെ വിധിയെ തടയാൻ കഴിഞ്ഞോ, കാലവേഗത്തെ തടയാൻ കഴിഞ്ഞോ? അപ്പോ ഈവൻ രാവണൻ മുതലായവരൊക്കെ ശക്തന്മാരാണ്, വീര്യമുള്ളവരാണ്, പക്ഷെ ഈ പറഞ്ഞ വിധിയൊന്നും മാറ്റിവറിക്കാൻ സാധിക്കില്ല. അതിപ്പോ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ആ കാലത്ത് ആരൊക്കെയാണോ അവിടെ ഉണ്ടായിരുന്നത് അവരിൽ ദേവി അതൊന്നും കണ്ടില്ല എന്നർത്ഥം. അതുപോലെ നഹി ദ്വിതീയോ ഗുണസംഗവർജിത. ഗുണസംഗവർജിത ദ്വിതീയ നഹി. ഇവിടെ ദ്വിതീയൻ എന്ന അർത്ഥത്തിന് ഭർത്താവായിരിക്കാൻ യോഗ്യനല്ല എന്നാണ് അർത്ഥം. തനിക്ക് ചേരുന്ന ഒരാളല്ല. ഒരു ഗുണവുമില്ലാത്ത, ഒന്നിലും സംഘമില്ലാത്ത ഒരാളെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ആരിലും ഒരു തരത്തിലുള്ള സംഘവുമില്ല, ഒരു 3 ഗുണങ്ങളുമില്ല, സത്വം രജസ് തമസ് എന്നുള്ള 3 ഗുണങ്ങളും ഇല്ലാത്ത ഗുണാതീതന്മാരായിട്ടുള്ള അല്ലേ സനകാദികളെ പോലെയുള്ളവരെ വിവാഹം കഴിക്കാൻ പറ്റുമോ? കഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവർ തിരിഞ്ഞു നോക്കില്ല, അവർക്ക് യാതൊരു താല്പര്യവുമില്ല. അപ്പൊ അങ്ങനെ ഗുണവും ആരോടും സ്നേഹവും പ്രകടിപ്പിക്കാത്ത സംഘവർജിതമായിട്ടുള്ള സ്വഭാവമുള്ളവനെ ഭർത്താവാക്കാൻ കൊള്ളില്ല. നിർഗുണ പരബ്രഹ്മം അല്ലേ, അങ്ങനെയല്ലേ പറയുക? നിർഗുണ പരബ്രഹ്മമായിരിക്കുന്ന ഒരാളെ വിവാഹം കഴിക്കാൻ ഏതെങ്കിലും സ്ത്രീകള് ഇഷ്ടപ്പെടുമോ? സ്ത്രീകൾക്ക് അവരുടെ ഇമോഷൻസിനനുസരിച്ച് തിരിച്ചും ആ ഇമോഷൻസ് ഒക്കെ പ്രകടിപ്പിച്ചാൽ വളരെ സന്തോഷവും. പക്ഷെ പല പുരുഷന്മാരും അതറിയില്ല, അവര് നിർഗുണ പരബ്രഹ്മങ്ങളായി തന്നെ പെരുമാറും. വിവാഹം കഴിയുന്ന കുറച്ച് കാലത്തേക്ക് അല്ലെ, ഹണിമൂൺ കാലത്തേക്ക് കുറച്ച് ഗുണങ്ങളൊക്കെ പ്രകടിപ്പിക്കും, അല്ലെങ്കിൽ ചില സംഘമൊക്കെ പ്രകടിപ്പിക്കും. കുറച്ച് കഴിയുമ്പോൾ ഒരു സംഘവും ഇല്ല. നീ എന്തോ ആയിക്കൊണ്ടുപോ, നീയായി നിന്റെ പാടായി, എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ മതി എന്ന് നിർഗുണ പരബ്രഹ്മങ്ങളായിട്ട് തീരും പല പുരുഷന്മാരും. ഇവിടെ സനകാദികള് അങ്ങനെ തന്നെയാണ്. അവരെ പിന്നെ ആശ്രയിക്കാനേ കൊള്ളില്ല. അപ്പോ നഹി ദ്വിതീയോ ഗുണസംഗവർജിത. ഗുണസംഗവർജിത ദ്വിതീയ നഹി, ഭർത്താവാകാൻ യോഗ്യനല്ല എന്നർത്ഥമാണ്. ക്വചിച്ചിരായുർനഹി ശീലമംഗളം ക്വചിത്തദപ്യസ്തി ന വേദ്യമായുഷഃ യത്രോ ഭയം കുത്ര ച സോപ്യമംഗളഃ സുമംഗളഃ കശ്ചന കാംക്ഷതേ ഹി മാം. ക്വചിച്ചിരായുർനഹി ശീലമംഗളം ക്വചിത്തദപ്യസ്തി ന വേദ്യമായുഷഃ യത്രോ ഭയം കുത്ര ച സോപ്യമംഗളഃ സുമംഗളഃ കശ്ചന കാംക്ഷതേ ഹി മാം. ക്വചിത് ചിരായു നഹി ശീലമംഗളം. ചിലര് ചിരായുസുക്കളാണ്, ദീർഘായുസുക്കളാണ്. മാർക്കണ്ഡേയ മഹർഷി മുതലായവരൊക്കെ ദീർഘായുസുക്കളാണ്. എന്നാൽ അവർക്ക് ശീലമംഗളങ്ങൾ, സ്ത്രീകളെ സന്തോഷിപ്പിക്കുന്ന സ്വഭാവമൊന്നും ഇല്ല. ഭയങ്കര വിരക്തന്മാരാണ്.
നമ്മുടെ മാർക്കണ്ഡേയ മഹർഷിയെ അപ്സരസ്സുകളും കാമദേവനും ഒക്കെ തപസ്സിളക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം മായയാൽ ബാധിക്കപ്പെടാതെ നിസ്സംഗനായിരുന്നു. അവസാനം വന്നവരൊക്കെ പരാജയപ്പെട്ടു പോയി എന്ന് നമ്മൾ 12ാം സ്കന്ധത്തിൽ മാർക്കണ്ഡേയ ചരിത്രത്തിൽ കാണാം. അപ്പൊ ഇങ്ങനെ സ്ത്രീകളോട് ഒരു തരത്തിലുള്ള ആനുകൂല്യവും പ്രകടിപ്പിക്കാതെ ഒരു ഇമോഷൻസും ഇല്ലാത്ത സ്നേഹപാശമൊന്നും ഇല്ലാത്ത ആളുകളാണ് മാർക്കണ്ഡേയനെ പോലെയുള്ള. അപ്പൊ ചിരായുവാണ്, ആയുസ്സുണ്ട്, പക്ഷെ കാര്യമൊന്നുമില്ല. ക്വചിച്ചിരായുർണഹി ശീലമംഗളം ക്വചിത് തദപ്യസ്തി നവേദ്യം ആയുഷഃ. ഇനി ചിലർക്ക് ഇതൊക്കെ ഉണ്ട്, ഏതുണ്ട്, ശീലമംഗളങ്ങളുണ്ട്, സ്ത്രീകളെ സന്തോഷിപ്പിക്കാനുള്ള സാമർഥ്യമുണ്ട്, പക്ഷേ എന്തില്ല, ആയുഷഃ വേദ്യം. മറിച്ച് മാർക്കണ്ഡേയന് ആയുസ്സുണ്ട്, സ്ത്രീകളെ സന്തോഷിപ്പിക്കുന്ന സ്വഭാവമില്ല. ഇവിടെ വേറെ ചിലരുണ്ട്, ഹിരണ്യകശിപുവിനെ പോലെയുള്ളവർ ഭയങ്കര ശക്തന്മാരും സ്ത്രീകളെ പക്ഷെ അവരുടെ ആയുസ്സിന് ഗ്യാരണ്ടി ഉണ്ടോ? കാരണം അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് വേഗം മരണം വരിക്കും. അപ്പൊ ആയുസ്സിന് ഗ്യാരണ്ടി ഇല്ലാത്തവരാണ് ഹിരണ്യകശിപുവിനെ പോലെയുള്ളവര്. അപ്പൊ അങ്ങനെയുള്ള ദുഷ്ട സ്വഭാവമുള്ളവര്, കുറച്ച് എന്താ പറയുക, മറ്റുള്ളവരുടെ അധികമായിട്ട് സ്ത്രീകളെയും അതുപോലെയുള്ള സ്വത്തുമൊക്കെ തട്ടിയെടുക്കാനുള്ളതായിട്ട് ശ്രമം, രാവണനെ പോലെയൊക്കെയുള്ളവര്. അതുപോലെ യത്രോ ഭയം കുത്രചസോപി അമംഗളഃ. എത്ര ഉഭയം, ആരിലാണോ ഇത് രണ്ടും ഉള്ളത്, ചിരായുസ്സുണ്ട് ശീലമംഗളങ്ങളും ഉണ്ട്, പക്ഷേ സോപി അമംഗളഃ, വേറെ അവൻ സ്വയം അമംഗളനാണ്. അതാരാണ്? നമ്മുടെ മഹാദേവൻ തന്നെ. ആയുസ്സുണ്ട്, പ്രളയകാലത്തുള്ള ആളാണ്, നല്ല ഭാര്യയെ സന്തോഷിപ്പിക്കുന്ന അർദ്ധ ശരീരം വരെ കൊടുക്കുന്ന ആളാണ്. പാർവതീദേവിക്ക് തന്റെ അർദ്ധ ശരീരത്തെ കൊടുത്ത് സന്തോഷിപ്പിച്ച ആളാണ്. പക്ഷേ ഇരിക്കുന്ന സ്ഥാനം ശ്മശാനവും ആഭരണങ്ങളൊക്കെ സർപ്പങ്ങൾ, വിഷസർപ്പങ്ങളും വസ്ത്രാദികളൊക്കെ ആനത്തോലും പുലിത്തോലും, മേലെ സുഗന്ധദ്രവ്യങ്ങളൊന്നുമില്ല, പൂശിയിരിക്കുന്ന ചുടല ഭസ്മവും തല മുഴുവൻ ജടയും, കൂട്ടുകാരായിരിക്കുന്നതൊക്കെ ഭൂതപ്രേത പിശാചുക്കളും, ഇങ്ങനെ അമംഗള രൂപത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോ ഇങ്ങനെ ഓരോന്നും നോക്കുമ്പോൾ ദോഷരഹിതരായിട്ട് ആരെയും കാണാനില്ല. എന്നാൽ സുമംഗളഃ കശ്ച ന കാംക്ഷതേഹിമാം. കശ്ച സുമംഗളഃ, ഒരുവൻ സുമംഗളനായിട്ടുണ്ട്, ഈ ദോഷങ്ങളൊന്നുമില്ലാതെ, മഹാദേവന്റെ ദോഷങ്ങളും ഇല്ലാത്തതായിട്ടുള്ള ഒരാളുണ്ട്, സുമംഗളഃ കഹാച്ച, ഒരുത്തനുണ്ട്. പക്ഷെ എന്ന കാംക്ഷതേഹിമാം, മാം ന കാംക്ഷതേഹി, എന്നെ കാക്ഷിക്കുന്നില്ല എന്ന് വെച്ചാൽ എല്ലാ ഗുണവും തികഞ്ഞ മഹാവിഷ്ണു ലക്ഷ്മി ദേവിയെ കാക്ഷിക്കാതെ, തിരിഞ്ഞു നോക്കാതെ, വായും പൊളിക്കാതെ, മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ വായും പൊളിച്ച് നോക്കി നിൽക്കുമ്പോ ഇവിടെ ഒരാൾ തിരിഞ്ഞു നോക്കാതെ, മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നു, അവഗണനയോടുകൂടി നിൽക്കുന്നു എന്നാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ദേവി എന്ത് ചെയ്തു എന്ന് തുടർന്ന് പറയണു. ഏവം വിമൃശ്യ അവ്യഭിചാരി സദ്ഗുണൈഃ വരം നിജൈകാശ്രയദാ ഗുണാശ്രയം വവ്രേ വരം സർവഗുണൈരപേക്ഷിതം രമാ മുകുന്ദം നിരപേക്ഷമിപ്സിതം. ഏവം വിമൃശ്യ അവ്യഭിചാരി സദ്ഗുണൈഃ വരം നിജൈകാശ്രയദാ ഗുണാശ്രയം വവ്രേ വരം സർവഗുണൈരപേക്ഷിതം രമാ മുകുന്ദം നിരപേക്ഷമിപ്സിതം. ഏവം വിമൃശ്യ, ഇങ്ങനെയൊക്കെ വിമർശനം ചെയ്തിട്ട്, വിചാരം ചെയ്തിട്ട്, ബുദ്ധിയിൽ നല്ലോണം ഉരച്ചു നോക്കിയിട്ട്, ആലോചിച്ചിട്ട്, അവ്യഭിചാരി സദ്ഗുണൈഃ നിജൈകാശ്രയദാ വരം അഗുണാശ്രയം സർവഗുണൈഃ അപേക്ഷിതം നിരപേക്ഷം ഈപ്സിതം മുകുന്ദം രമാ വരം വവ്രേ. രമാ ലക്ഷ്മി ദേവി വരം വവ്രേ, തന്റെ വരനായി വരിച്ചു എന്നർത്ഥം. വരം വരനായിട്ട്, വരനെന്ന് വവ്രേ വരിച്ചു, സ്വീകരിച്ചു. അപ്പൊ വരനായി വരിച്ചു ആരെയാണ്? മുകുന്ദം. ആ മുകുന്ദനെയാണ് വരനായി വരിച്ചത്, മോക്ഷദാതാവായ ഭഗവാൻ വിഷ്ണുവിനെ. അപ്പൊ ആ ഭഗവാന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് ഇവിടെ? അവ്യഭിചാരി സദ്ഗുണൈഃ നിജൈകാശ്രയദാ, വിട്ടുപിരിയാത്ത സദ്ഗുണങ്ങളോട് കൂടിയവനായിട്ട്. അവ്യഭിചാരി, സദ്ഗുണങ്ങളെല്ലാം ഉണ്ട്, അതൊരിക്കലും വിട്ടുപോകാതെ
സ്ഥിരമായിട്ടിരിക്കുന്ന സദ്ഗുണങ്ങളാണ് ഭഗവാന്റെ. നിജൈകാശ്രയത, വേറൊരാളെ ആശ്രയിക്കുന്നില്ല. ഇന്ദ്രനെ പോലെ വേറൊരാളെ ഡിപ്പെൻഡന്റ് അല്ല, ആരുടെയും പുറകെ പോകാറില്ല. നിജ ഏക ആശ്രയത, നിജം തന്നെ തന്നെ ഏക ആശ്രയമാക്കി വെച്ചിരിക്കുന്നു. വേറൊരാളോട് ഒരു കാര്യത്തിനും പരാതി പറഞ്ഞിട്ടോ സഹായം അഭ്യർത്ഥിച്ചിട്ടോ ആവലാതി പറഞ്ഞുകൊണ്ടൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നിജൈകാശ്രയത. വരനാണ്, ശ്രേഷ്ഠനാണ്. അങ്ങനെ ശ്രേഷ്ഠനായിരിക്കുന്ന വരം അഗുണാശ്രയം. ഗുണങ്ങളെയൊന്നും എന്ന് വെച്ചാൽ പ്രകൃതിയിലെ വിഷയങ്ങളെയൊന്നും ആശ്രയിക്കാത്തവൻ എന്നർത്ഥമാണ് അഗുണാശ്രയം. പ്രകൃതി ഗുണങ്ങളെ അങ്ങോട്ട് ഡിപ്പെൻഡ് ചെയ്യാത്തവനും. അതാണ് ലക്ഷ്മി ദേവിയെ പോലും ആശ്രയിക്കാതിരുന്നവൻ എന്ന് പറയുന്നത്. അങ്ങനെ അഗുണാശ്രയനും സർവഗുണൈഹി അപേക്ഷിതം, സകല ഗുണങ്ങളാലും ആശ്രയിക്കപ്പെടുന്നവനും അപേക്ഷിക്കപ്പെടുന്നു. എല്ലാ ഗുണങ്ങളും ആരെ ചേർന്നിരിക്കുന്നുവോ അനന്ത കല്യാണ ഗുണമൂർത്തിയാണ് ഭഗവാൻ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളാലും ആശ്രയിക്കപ്പെടുന്നവനും നിരപേക്ഷം, ഒന്നിനെയും അപേക്ഷിക്കാത്തവൻ, തന്റെ സുഖത്തിന് ആനന്ദത്തിന് ആരെയും അപേക്ഷിക്കാത്തവൻ, ഒരു വസ്തുവിനെയും അപേക്ഷിക്കാത്തവനുമായിരിക്കുന്ന ഈപ്സിതം, എല്ലാവരാലും ആഗ്രഹിക്കപ്പെടുന്നവനുമായിട്ടുള്ള, എല്ലാവരും ആരെ ഈപ്സിക്കുന്നുവോ കൊതിക്കുന്നുവോ അങ്ങനെയുള്ള മുകുന്ദനെ വിഷ്ണുവിനെ രമാ വരം വവ്രേ, രമാദേവി വരനായി വരിച്ചു, തന്റെ ഭർത്താവായി സ്വീകരിച്ചു. എന്നിട്ടോ തന്റെ കയ്യിലുള്ള ആ മാലയെ ദേവി ചെന്ന് ഭഗവാന്റെ കഴുത്തിൽ അണിയുന്നതാണ് അടുത്തത്. തസ്യാം സദേശേ ഉശതീം നവകഞ്ചമാലാം ആദ്യന്മധുവ്രതവരൂതഗിരോപഗുഷ്ടാം തസ്തൗ നിധായ നികടേ തദുരസ്വദാമ സവ്രീഡഹാസ വികസന്നയനേന യാതാ. തസ്യാം സദേശ ഉശതീം നവകഞ്ചമാലാം ആദ്യന്മധുവ്രതവരൂതഗിരോപജുഷ്ടാം തസ്തൗ നിധായ നികടേ തദുരസ്വധാമ സവ്രീഡഹാസ വികസന്നയനേന യാതാ. തസ്യ അംസദേശേ, അവന്റെ ആയിരിക്കുന്ന എല്ലാ ഗുണങ്ങളോടും കൂടിയ മഹാവിഷ്ണുവിന്റെ അംസദേശേ, അംസം എന്നാൽ തോളാണ്. അപ്പൊ തോളില് എന്ത് ചെയ്തു? ഉശതീം നവകഞ്ചമാലാം, കഞ്ചം എന്നാൽ താമര, കം എന്നാൽ വെള്ളം, വെള്ളത്തിൽ ജനിച്ചത് കഞ്ചം, അബ്ജം തന്നെയാണ്. അപ്പോ നവകഞ്ചമാലാം, പുതിയ താമരമാലയെ, ഉശതീം എന്ന് പറഞ്ഞാൽ ഉശത്തായിരിക്കുന്നത്, നല്ലതായിരിക്കുന്നു, ഉത്തമമായിരിക്കുന്നത്, കമനീയമായിരിക്കുന്നത് എന്നൊക്കെ അർത്ഥം. അങ്ങനെ ശ്രേഷ്ഠമായിരിക്കുന്ന ആ നവകുഞ്ചമാല എങ്ങനെയുള്ളതാണ്? മാദ്യൻ മധുവ്രതവരൂത ഗിരോപകുഷ്ട. മാദ്യൻ മധുവ്രതം, മാദ്യൻ എന്ന് പറഞ്ഞാൽ മതിച്ചിരിക്കുന്നതായിട്ടുള്ള മധുവ്രതം. മധുവ്രതന്മാരെന്നാൽ വണ്ടുകള്, അവരുടെ വരൂധം, കൂട്ടം. അപ്പൊ വണ്ടിൻ കൂട്ടങ്ങളുടെ ഗിരാ, ഗിരാ എന്ന് പറഞ്ഞാല് നാദത്താൽ, ശബ്ദത്താൽ എന്നൊക്കെ അർത്ഥം. ഗിര വാക്കിനാൽ, ശബ്ദങ്ങളാൽ എന്നർത്ഥം. മതിക്കുന്ന മധുവ്രതങ്ങളുടെ ശബ്ദത്തോടുകൂടി, അല്ലേ? ദേവിയുടെ കല്യാണത്തിന് കുരവ വേണ്ടേ? ഈ കുരവ ഇടുന്നത് ആരാണ്? ഈ വണ്ടുകളാണ് എന്നർത്ഥം. അപ്പൊ അങ്ങനെയുള്ള മധുവ്രതഗിര ഉപകുഷ്ടാം, നല്ലതുപോലെ ശബ്ദിക്കപ്പെടുന്നത്, ഈ വണ്ടിന്റെ, ഈ മാലയുടെ ചുറ്റും വണ്ടുകളാൽ ശബ്ദിക്കപ്പെടുന്നു. അങ്ങനെയുള്ള ആ മാലയെ, നവകഞ്ചമാലയെ, തസ്യ അംസദേശേ, ആ ഭഗവാന്റെ തോളില് നിധായ, ഭഗവാന്റെ തോളിൽ കണ്ടത്തിൽ ധരിച്ചിട്ട് നിക്ഷേപിച്ചിട്ട്, സവ്രീഡഹാസ വികസന്നയനേന, സവ്രീഡഹാസം ആ ലജ്ജയോടുകൂടിയ മന്ദഹാസത്തോടുകൂടിയ വികസിച്ച മുഖത്തോടുകൂടി, വികസിച്ച കണ്ണുകളോടുകൂടിയവളായിട്ട്, തദുരസ്വദാമ നികടേ യാതാ തസ്തം, തദുര അവന്റെ ഉദരദേശത്തെ, അവന്റെ വക്ഷപ്രദേശത്തെ, സ്വദാമ തന്റെ വാസസ്ഥാനമായി കരുതിക്കൊണ്ട്, നികടെ ഭഗവാന്റെ അടുത്ത്, സമീപത്തിൽ, യാതാ എന്താണ് യാനം ചെയ്തവളായി, അടുത്ത് ചെന്നവളായിട്ട്, തസ്തൗ സ്ഥിതി ചെയ്തു. അപ്പോ ദേവിയുടെ നോട്ടം എവിടേക്കാണ്? ദേവി ഭഗവാന്റെ കഴുത്തിലേക്ക് മാലയിട്ടിട്ട് ഭഗവാന്റെ മാറിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. എന്തിന്? തന്നെ പിടിച്ച് അവിടെ ഇരുത്താൻ, തനിക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു റെസിഡൻസ്,
തന്റെ അഡ്രസ് ഭഗവാന്റെ വക്ഷസ്ഥലമാണ് ശ്രീവത്സം എന്നുള്ളതായിട്ടുള്ള ആ മറുവിന്റെ സ്ഥാനം ഭൃഗു മഹർഷിയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ് ആ അടയാളത്തെ എന്നും ഓർമ്മയ്ക്കായിക്കൊണ്ട് ഭഗവാൻ സൂക്ഷിക്കുന്നു. തന്റെ ആ ഒരു ഭക്തനായ ഭൃഗുവിന്റെ കാൽപാദത്തെ സ്പർശത്തെ സ്മരണയ്ക്കായിക്കൊണ്ട് ഭക്തവാത്സല്യം കൊണ്ടും ബ്രാഹ്മണരോടുള്ള ബഹുമാനം പ്രകടിപ്പിച്ചുകൊണ്ടും, അത് ഭൃഗുമഹർഷിയോട് പറയേണ്ട അങ്ങയെപ്പോലെയുള്ള മഹാത്മാവിന്റെ ബ്രാഹ്മണന്റെ ഉത്തമ താപസന്റെ പാദസ്പർശത്താൽ എന്റെ ശരീരം അത്യന്തം പവിത്രമായിരിക്കുന്നു. അതുകൊണ്ട് ലക്ഷ്മി ദേവിക്ക് ഇത് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. കാരണം ഇവിടെ ബ്രാഹ്മണ പാദധൂളികൾ പതിച്ചതുകൊണ്ട് ഇത് അത്യന്തം പരിശുദ്ധമായതുകൊണ്ട് ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവി ഇവിടം വിട്ടിട്ട് എവിടേക്കും പോകുന്നുമില്ല. അപ്പോ ആ ഒരു എന്താ പറയാ ബ്രാഹ്മണരോടുള്ള ബഹുമാനത്തെ സൂചിപ്പിക്കുന്ന, ഭഗവാന്റെ വിനയത്തെ സൂചിപ്പിക്കുന്ന ഒരു ലക്ഷണമാണ് ശ്രീവത്സം. അപ്പൊ അത് അവിടെ ആ പവിത്രമായിട്ടുള്ള സ്ഥാനം എനിക്ക് തരില്ലേ, അവിടെയല്ലേ ഞാനിരിക്കേണ്ടത് എന്ന മട്ടില് ദേവി ഇങ്ങനെ അടുത്തു നിന്ന് ഇടക്കണ്ണിട്ട് നോക്കി ദേവി ഭഗവാന്റെ എന്താണ് തദുരസ്വധാമ ദേവി ഉരസ്സിനെ തന്റെ ധാമമായി കരുതിക്കൊണ്ട് ലജ്ജയോടുകൂടെ മന്ദഹാസത്തോടുകൂടി വികസിച്ച കണ്ണുകളോടുകൂടി ദേവി ഭഗവാന്റെ അടുത്ത് നിൽക്കുകയാണ്. ഭഗവാൻ എന്ത് ചെയ്യുന്നു? തസ്യാസ്ത്രിയസ്ത്രിജഗതോ ജനകോ ജനന്യ വക്ഷോ നിവാസമകരോത് പരമം വിഭൂദേഃ ശ്രീസ്വാഃ പ്രജാ സകരുണേന നിരീക്ഷണേന യത്ര സ്ഥിതൈധയത സാധിപതീൻ ത്രിലോകാൻ തസ്യാസ്ത്രിയസ്ത്രിജഗതോ ജനകോ ജനന്യ വക്ഷോ നിവാസമകരോത് പരമം വിഭൂദേഃ ശ്രീസ്വാഃ പ്രജാ സകരുണേന നിരീക്ഷണേന യത്ര സ്ഥിതൈധയത സാധിപതീം ത്രിലോകാൻ. ഭഗവാൻ എന്ത് ചെയ്യുന്നു? ദേവിയുടെ ആഗ്രഹത്തെ അതുപോലെ സാധിച്ചു കൊടുക്കണം. തന്നെ ആര് വരിക്കുന്നുവോ അവരെ ഭഗവാനും വരിക്കും. ഭഗവാൻ നിസ്സംഗനെ പോലെ അഭിനയിച്ചാലും തന്നെ അങ്ങോട്ട് സ്നേഹിക്കുന്നവരെ ഇങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കും, തന്നെ വരിക്കുന്നവരെ അങ്ങോട്ട് വരിക്കും. ഇതാണ് ഭഗവാന്റെ സ്വഭാവം. അപ്പൊ അത് പ്രകടിപ്പിച്ചുകൊണ്ട് ആ വിഭൂതേഹേ തസ്യാഹ ത്രിജഗതഃ ജനന്യാഹ ശ്രിയഃ ലക്ഷ്മിയുടെ, ലക്ഷ്മി ദേവിക്ക് എന്നൊക്കെ അർത്ഥം. അപ്പൊ ദേവി എന്താണ്? വിഭൂതിയാണ്. വിഭൂതി എന്ന് പറഞ്ഞാല് ഈ ലോകത്തിലുള്ള സകല ഭൂതികളുടെയും വിശേഷമായിട്ടുള്ള ഉത്ഭവസ്ഥാനം, വാസസ്ഥാനം, ലോകത്തിലുള്ള സകല ഐശ്വര്യങ്ങളുടെയും വാസസ്ഥാനമായിരിക്കുന്ന തസ്യാഹ ത്രിജഗതഃ ജനന്യാഹ, ആ മൂന്ന് ലോകങ്ങളുടെയും മാതാവായിരിക്കുന്ന ലക്ഷ്മി ദേവിക്ക് ശ്രീയഃ ജനകഃ, ജനകൻ എന്നാൽ ഇവിടെ ലോകത്തിന്റെ ജനകനായിരിക്കുന്ന ഭഗവാൻ വിഷ്ണു പരമം വക്ഷഃ നിവാസം അകരോത്, തന്റെ ആ സർവശ്രേഷ്ഠമായിരിക്കുന്ന പരമമായിരിക്കുന്ന വക്ഷസ്ഥലത്തെ ആ ദേവിക്ക് ശ്രീയഃ നിവാസം അകരോത്, വാസസ്ഥാനമാക്കി ചെയ്തു. യത്ര സ്ഥിതാ ശ്രീഹി സ കരുണേന നിരീക്ഷണേന സാധിപതീൻ ത്രിലോകാൻ സ്വാഹ പ്രജാഹ ഐദയത. എത്ര സ്ഥിതാഹ ശ്രീഹി, എവിടെ ഇരിക്കുന്നവളായ ലക്ഷ്മി ദേവി ഭഗവാന്റെ മാരടം സ്ഥാനം കിട്ടിയപ്പോ അവിടെ ഇരുന്നു കൊണ്ട് സ കരുണേന നിരീക്ഷണേന, ദേവി അവിടെ ഇരുന്നുകൊണ്ട് തന്റെ കരുണാപൂർണമായ കടാക്ഷങ്ങളെ കൊണ്ട് സാധിപതീം ത്രിലോക, അധിപതികളോടുകൂടിയ മൂന്ന് ലോകങ്ങളെയും സ്വാഹ പ്രജാഹ, തന്റെ തന്നെ പ്രജകളായിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും ഐധയത, ഏധതേ വർദ്ധതേ എന്നാണ്. ഐധയത വർദ്ധയത, വർദ്ധിപ്പിച്ചു, പോഷിപ്പിച്ചു എന്നർത്ഥം. അപ്പൊ ദേവി
ഭഗവാൻ വിഷ്ണുവിന്റെ വക്ഷസ്ഥലത്ത് മാറിടത്ത് ഇരുന്നു കൊണ്ട് എല്ലാവരെയും തന്റെ കരുണാപൂർണമായ കടാക്ഷം കൊണ്ട് അവലോകനം ചെയ്ത് എല്ലാവരെയും, പ്രജകളെ, ലോകാധിപതികളെ, ലോകങ്ങളെ എല്ലാറ്റിനെയും ഐശ്വര്യപൂർണമാക്കി വർദ്ധിപ്പിച്ചു. അപ്പൊ എവിടെ ഇരുന്നാലാണ് എല്ലാവർക്കും പ്രയോജനപ്പെടുക, അവിടെയാണ് ദേവി ഇരുന്നത്. ഏതെങ്കിലും വേറെ ആരെങ്കിലും വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അവർ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആക്കി കൊണ്ടുപോകും, അല്ലേ? ഇതെനിക്ക് കിട്ടിയതാണ്. അങ്ങനെയല്ല, ഏതെങ്കിലും നിധിയൊക്കെ കിട്ടിയാൽ പബ്ലിക് പ്രോപ്പർട്ടി ആക്കും ഗവൺമെന്റ്, അല്ലേ? ഇവിടെ ലക്ഷ്മി സാക്ഷാൽ എല്ലാ നിധികളുടെയും നിധിയാണ്. അപ്പൊ പബ്ലിക് പ്രോപ്പർട്ടി ആയിരിക്കേണ്ടതാണ്. അത് തന്നെയാണ് ലോകത്തിന്റെ മുഴുവൻ ഭരണകർത്താവായ, നിയാമകനായ, ഈശ്വരനായ ഭഗവാന്റെ കസ്റ്റഡിയിലിരിക്കുന്നത്. ഭഗവാന്റെ കസ്റ്റഡിയിൽ ഇരുന്നാലേ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർ ആവുള്ളൂ, അല്ലെങ്കിൽ പാർഷ്യലായി പോകും. വേറെ ആരുടെ കയ്യിൽപ്പെട്ടാലും പാർഷ്യാലിറ്റി വന്നു ചേരും. ആവശ്യമുള്ളവർക്ക്, എത്തേണ്ടവർക്ക് വേണ്ട രീതിയിൽ, ന്യായമായിട്ടുള്ള രീതിയിൽ വിതരണം നടക്കുകയില്ല. അപ്പോ ഈ ഭൂമിയിലുള്ള ഏത് വിശേഷപ്പെട്ട വസ്തുക്കളും അത് അതാത് ദേശത്തെ ഭരണാധികാരികളുടെ നിയന്ത്രണത്തിലിരിക്കണം, ഭരണവ്യവസ്ഥയ്ക്ക് കീഴിലിരിക്കണം. അത് ഏതെങ്കിലും ഇൻഡിവിജ്വലിന്റെ കീഴിൽപ്പെട്ടാൽ അത് അടിച്ചു മാറ്റുവരും, അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കും. അപ്പൊ ഇവിടെ എല്ലാറ്റിന്റെയും പിതാവായ, അതാണ് ജനകൻ എന്ന് പറഞ്ഞുകൂടെ ഭഗവാനെ. ലോകത്തിന്റെ മുഴുവൻ ജനകനായ, നിയാമകനായ ആ ഭഗവാന്റെ കസ്റ്റഡിയിൽ ഈ ലക്ഷ്മി ദേവി ഇരുന്നു കൊണ്ട് എല്ലാവരെയും കടാക്ഷിക്കുന്നു. വേറെ വല്ലവരുണ്ടെങ്കിൽ കടാക്ഷിക്കാൻ സമ്മതിക്കില്ല. അതെ, വേറെ ആരെയും നോക്കണ്ട കേട്ടോ, എന്നെ മാത്രം നോക്കിയാൽ മതി, നമ്മുടെ വീട്ടിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല, ലക്ഷ്മി ദേവി എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ലോകമാതാവായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഭർത്താവിന്റെ ഹിതമറിഞ്ഞ് ആർക്ക് എത്ര ധനം കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് പതിവ്രതയായ ദേവി ഭഗവാനോട് ചേർന്ന് ഇരിക്കുന്നു. ആ സമയത്ത് വിവാഹഘോഷ, എന്താ പറയുക, ആഘോഷം ഭംഗിയായിട്ട് കഴിഞ്ഞു എന്ന് 2-3 ശ്ലോകങ്ങളെ കൊണ്ട് വീണ്ടും പറയുന്നു. നമുക്ക് നാളെയല്ല, മറ്റന്നാൾ തുടർന്ന് കാണാം. ഇപ്പൊ ഇവിടെ നിർത്താം. എല്ലാവരെയും ലക്ഷ്മി ദേവി അനുഗ്രഹിക്കട്ടെ, ഭഗവാൻ നാരായണൻ അനുഗ്രഹിക്കട്ടെ. നാരായണനെ മുറുകെ പിടിച്ചാല് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം എപ്പോഴും ഉണ്ടാവും. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം നാരായണ. ഇനി തിങ്കളാഴ്ച കാണാം. ഹരി ഓം. എല്ലാവരും നാളെ തൃശ്ശൂർ വരാൻ പറ്റുന്നവരൊക്കെ.